എനിക്ക് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കി തന്നു. ഹൗ ടു എൻ്റർ ദ ചിൽഡ്രൻ അല്ലെങ്കിൽ ദ ചൈൽഡ് ഇൻ ദി സൊസൈറ്റി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിന്നശേഷി കുട്ടി സമൂഹത്തിൽ എൻ്റർ ചെയ്യാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ വേണം അവിടെ. 20 വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ കുട്ടിയായിരിക്കും കുട്ടി. പേരച്ചക്കനെ ഈ കുട്ടിന്റെ അടുത്തേക്ക് ഇരുത്താൻ പറ്റില്ല പറയണ്ടല്ലോ. അപ്പൊ റിയൽ സംഭവമാണ്. അപ്പൊ ഈ നമ്മള് പ്രോഡക്റ്റ് ഉണ്ടാക്കാനെ കുറിച്ച് ആലോചിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മൂത്ര വയ്ക്കണല്ലോ. അപ്പോ നമ്മൾ കണ്ട സിനിമകളില് ഭിന്നശേഷിക്കാരനെ ചട്ടൻ, ചട്ടുകാലൻ, നമ്മുടെ സിനിമയിൽ പ്രയോഗങ്ങൾ എങ്ങനെയാണ്? ഈ സഹവാസ ക്യാമ്പിന്റെ മൊഡ്യൂൾ 18 വർഷമായിട്ട് ഒന്നാണ്. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാജിക് പഠിപ്പിച്ചിട്ട് ഇവർക്ക് അരി വാങ്ങാൻ പറ്റുമെന്നുള്ള മണ്ടത്തരം ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആളുകൾ പറഞ്ഞ വാദം പൊള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ, എനി പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടോക്ക് ഷോക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാവും, രക്ഷിതാക്കളുണ്ടാവും, സാറുണ്ടാവണം, ഞാനുണ്ടോ. മിക്സ് ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിൽ ഇന്ന് നമ്മോടൊപ്പം പ്രതിസന്ധികളെ തരണം ചെയ്ത്, വെല്ലുവിളികളെ തരണം ചെയ്ത്, തൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ് തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അമൽ ഇക്ബാൽ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. പല മേഖലയിലും, കായിക മേഖലയിലും അതുപോലെ തന്നെ കലാമേഖലയിലുമൊക്കെ കഴിവ് തെളിയിച്ച് തൻ്റെ പ്രതിഭ കണ്ടെത്തുകയും അത് തെളിയിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. അമൽ, ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? പരീക്ഷയാണല്ലോ അല്ലേ? അടിപൊളിയായിട്ട് പോകണം. പരീക്ഷ എഴുതിയോ? പരീക്ഷ എഴുതി. എത്ര പരീക്ഷ? ഇപ്പൊ സോഷ്യോളജി ആണ് കഴിഞ്ഞത്. പ്ലസ് ടു അല്ലേ? പ്ലസ് ടു ആണ്. പ്ലസ് വൺ അതോ പ്ലസ് ടു? പ്ലസ് ടു ആണ്. പ്ലസ് ടു സോഷ്യോളജി ആണ് കഴിഞ്ഞത്. ഇനി 14 ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി. ഹ്യൂമാനിറ്റീസ് ആണ് സബ്ജക്ട്. എന്താ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ? ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്ന് പിന്നെ സയൻസ് ആയിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. സയൻസ് ആകുമ്പോൾ ഒരുപാട് ഡിഫിക്കൽറ്റീസ് വേറെ വരുമല്ലോ, പരിമിതി കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എങ്ങനെ മാറി ചിന്തിക്കാം ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ 2021 നമ്മളെ കൊറോണ സമയത്ത്, 2021 അറിയില്ല, നമ്മളെ ഹിമാചൽ ട്രിപ്പ് പോയത് എന്നായിരുന്നു. കൊറോണ കഴിഞ്ഞിട്ട് അത് കേരളത്തിലെ 19 ബെസ്റ്റ് സ്റ്റുഡൻസിൽ ഒരാളായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഡൽഹിയിലെ ഹിമാചൽ സർക്കാരിന്റെ അതിഥിയായിട്ട് ഞങ്ങൾ യാത്ര പോയി. അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് സെന്ററിൽ നമ്മളെ പഴയ ഷിംല കരാറൊക്കെ ഒപ്പിട്ട് ആ സ്ഥലത്ത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള, നമ്മളൊക്കെ കാണാൻ കൊതിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളുള്ള, നമ്മളൊന്നും എന്താ പറയാ, നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഇന്റീരിയറുകളുള്ള, നമ്മളൊക്കെ കണ്ടാൽ വണ്ടടിച്ച് പോകുന്ന ഒരു സ്ഥലം. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഹ്യൂമാനിറ്റീസിന്റെ സ്വതന്ത്ര റിസർച്ച് സെന്റർ ആണ്. അവിടെ ഒരു ഗൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ടീച്ചേഴ്സിന്റെ ഒരു സഹായം ഉണ്ടാവില്ല. അവിടെ സ്റ്റുഡൻസ് വന്നിട്ട് സ്വയമായിട്ട് റിസർച്ച് എഴുതി പോവാണ്. അപ്പോഴാണ് ഹ്യൂമാനിറ്റീസിന് എത്ര സാധ്യത ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അപ്പം ആദ്യം പറയുന്നുണ്ട്, ഈ ഹ്യൂമാനിറ്റീസ് എടുത്തോ, ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് തിളങ്ങാൻ പറ്റിയൊരു മേഖല എന്നുള്ളത് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, ഹ്യൂമാനിറ്റീസിലേക്ക് നേരെ ചാടി. ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് പോണു. സോഷ്യോളജി എക്സാം അടിപൊളിയായിട്ട് എഴുതി. അമലിന്റെ ഇപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു. പിന്നെ അമലിന്റെ എന്താവണം എന്നാണ് അമലിന്റെ ഒരു ആഗ്രഹം? പ്ലസ് ടു കഴിഞ്ഞിട്ടില്ല, എന്താവണം എന്ന് വെച്ചാൽ ഒരു നല്ല സിവിൽ സർവന്റ് ആവണം. ഓക്കെ.
IFSO IASO ആണ്. IFS ആണെന്നും കൂടി നമ്മൾ യാത്രാപ്രേമികൾക്ക് പറ്റാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുകയാണല്ലോ. അപ്പം അമലിനൊരു ആശംസ നേരണം. അമൽ ഉദ്ദേശിച്ച രീതിയിൽ അമലിന് ആ ഒരു സിവിൽ സർവീസ് മേഖലയിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ, അതിനെല്ലാവരുടെ പിന്തുണ ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതായാലും പിന്നെ അമല് പിന്നെ ഒരു സെലിബ്രിറ്റിയാണ് ഇപ്പം. ഞാൻ അമലിനെ ആദ്യമായിട്ട് കാണുന്ന യഥാർത്ഥത്തിൽ എൻ്റെ വിദ്യാലയത്തിലേക്ക് അമൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമലിനെ ക്ഷണിക്കുകയാണല്ലേ. അമലിനെ വിളിച്ചു. പരിപാടിക്ക് അമൽ ഉദ്ഘാടകനായിട്ടാണ്, മുഖ്യാതിഥിയും ഉദ്ഘാടകനായിട്ടാണ് വരുന്നത് പരിപാടിയിൽ. കുട്ടികളോട് സംസാരിക്കുക. അമൽ അന്ന് എൻ്റെ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിച്ചത്. അമൽ അന്ന് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അമൽ ഞാൻ ഏത് വർഷമാണ്? പിന്നെ 2014 അമൽ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പിന്നെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അമൽ യഥാർത്ഥത്തിൽ ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന അമൽ എങ്ങനെ ഒരു സാധാരണ എൻ്റെ വിദ്യാലയത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മറ്റു വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പോൾ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരു മോട്ടിവേഷൻ ട്രെയിനറൊന്നും ആവില്ല, അത് അസാധ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അമൽ എങ്ങനെ അതിൽ എത്തിപ്പെട്ടു? അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന പരിമിതമായ അറിവുകൾ വെച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് സംസാരിക്കാൻ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ചു വന്നതാണ്. 90% ഡിസേബിൾഡ് ആയിരുന്നു, ഡിഫറെൻ്റ്ലി ഏബിൾ ആയിരുന്നു. സ്വന്തമായിട്ട് എഴുതുവാനോ വായിക്കുവാനോ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒന്ന് സ്വയം ഒന്ന് ഇരുത്തി കഴിഞ്ഞാൽ മറിഞ്ഞു വരുന്ന കണ്ടീഷൻ, കറക്റ്റായിട്ട് ഉച്ചാരണം വരില്ല, സംസാര വൈകല്യം പഠന വൈകല്യം അതിരൂക്ഷമായിട്ട് ബാധിച്ച ആളാണ്. അപ്പം അന്നൊക്കെ പിന്നെ ഒരു 3.5 വയസ്സുള്ള സമയത്ത് ഇപ്പച്ചി എനിക്ക് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കി തന്നു. എന്നുവെച്ചാൽ ഈ അമൽ എന്നുള്ള വ്യക്തി ഉയരുന്നതിന് മുന്നേ എന്നെ കല്യാണ വീടുകളിൽ ഇരുത്തിയിട്ട് വെച്ച് മാറി നിൽക്കും. കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ തന്നിട്ട് ഇരുത്തിയിട്ട് ഒരു മറിഞ്ഞു വീഴാ, ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഒരു മറിഞ്ഞു വീഴാത്തൊരു കയ്യിലുള്ള കസാര നോക്കിയിട്ട് ഇപ്പച്ചി അതിൽ ഇരുത്തിയിട്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ ഇപ്പച്ചി അങ്ങോട്ട് പോരും. അങ്ങനെ 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 ഞാൻ അവിടെയുള്ള ആളുകളോട് എന്താ ഇവിടെ നടക്കണേ, എന്താണ് നിങ്ങളെ വർത്താനം, നിങ്ങളെ മക്കളൊക്കെ എന്താ പഠിക്കണ, ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അത് അന്നൊക്കെ സംസാരം പിന്നെ പകുതിയെ, ചില അക്ഷരങ്ങളൊന്നും പറയാൻ പറ്റില്ല, സ്റ്റാമറിങ് ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അമലിന്റെ ഒരു, അതായത് ഞാൻ ചോദിക്കുന്നത് അമലിന്റെ ഏത് പ്രായം മുതലാണ് അമൽ ഇങ്ങനെ ഒരു പിന്നെ വൈകല്യം ഉണ്ട് എന്ന് രക്ഷിതാക്കളൊക്കെ തിരിച്ചറിഞ്ഞത്? ഏകദേശം 8ാം മാസം മുതൽ. 8ാം മാസത്തില് പ്രീ ടൈം അല്ലേ? അതെ. മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നുള്ള മണ്ടത്തരമായിട്ടിരുന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, മൈൽ സ്റ്റോണുകൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. മൈൽ സ്റ്റോണുകൾ വെച്ചപ്പോൾ ഇരുന്ന് മുട്ടുത്തി കടന്ന് കമഴ്ന്നിടന്ന് മുട്ടുത്തി ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ അങ്ങനെയൊന്നും അല്ലാത്ത ആളുകൾ എൻ്റെ ഇത് പോരും. അപ്പൊ അത് മൈൽ സ്റ്റോണുകൾ ടൈം എടുക്കും എന്ന്. പക്ഷെ നമ്മളന്നെ ചെക്ക് ചെയ്ത് 8 മാസമായപ്പോ മൂവ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിലെത്തി. സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ എപ്പോഴും റിവ്യൂ, മന്ത്ലി റിവ്യൂ ഉള്ളതാണ്. അവിടെ ഒന്നും മനസ്സിലായില്ല അവർക്ക്, കാരണം ഇത്രയും സിവിയർ ആയിട്ടൊരു ബ്രെയിന് അടി കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമ്മളെ ഇൻട്രസ്റ്റിൽ ചെക്ക് ചെയ്യിച്ചപ്പോഴാണ് സെർബോ പാൾസി എന്നുള്ള കണ്ടീഷനാണ്. സെർബോ പാൾസി ആണെന്ന് അപ്പോഴും മനസ്സിലായില്ല, അത് ഇവർ പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ മെഡിക്കൽ മേഖലയുടെ ഏറ്റവും വലിയ പോരായ്മ തിരിച്ചറിയാന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഇപ്പം പിന്നെ ഏർലി ഇന്റർവെൻഷൻ ക്ലിനിക്കുകൾ സയന്റിഫിക് ഒന്നുമല്ല, എന്നാലും വന്നുണ്ട് കുറെ ക്ലിനിക്കുകൾ. പക്ഷെ ശരിക്കും നമ്മളെ ഡെലിവറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകൾ ശരിക്കും ഈ ഒരു ക്ലിനിക്ക് എല്ലാ ഹോസ്പിറ്റലും വേണമല്ലോ, നിർബന്ധമായിട്ടും വേണം. മാത്രമല്ല അത് ചെയ്യാൻ ഏർലി ഇന്റർവെൻഷനിൽ കൃത്യമായ ട്രെയിനിങ് കിട്ടിയ ആളുകൾ നമ്മളെ ഡോക്ടേഴ്സിനെ അറിയില്ല. അത് ഏർലി ഇന്റർവെൻഷൻ സംഗതി സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ കേരളത്തിലാണ്. കേരള ഫിസിയോതെറാപ്പിസ്റ്റുകളിൽ തുറന്നു പറഞ്ഞാൽ ഇപ്പം എത്രത്തോളം അത് ആശുപത്രിക്കാരും ഡോക്ടേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ചില എക്സലന്റ് ആയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ പുറത്ത് പോയിട്ട്, ഇന്ത്യക്ക് പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള വലിയ ഈ മറ്റേ വർക്ക്ഷോപ്പുകളുണ്ടോ, പുറത്തുള്ള വലിയ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ
ബാംഗ്ലൂരൊക്കെ നല്ല വർക്ക്ഷോപ്പുകൾ, ആ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ട് പഠിച്ച ആളുകളുണ്ട്. ഇപ്പം എൻ്റെ താഴെയുള്ള അമലിൻ്റെ താഴെയുള്ള 2 മക്കള് 6 മാസം 12 ദിവസം ജനിച്ചാണ്. ഒരാളിപ്പം 5ാം ക്ലാസ്, ഒരാൾ 2ാം ക്ലാസ്സിൽ. ഇവർ 3 മാസമൊക്കെ ഇൻക്യുബേറ്ററിലായിരുന്നു ഇവിടെ മിംസിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്ത പണി അതിന് സ്പെഷ്യലൈസ് ചെയ്ത എൻ്റെ ഒരു തെറാപ്പിസ്റ്റ് അനസ് സാറ് വീട്ടിൽ വന്ന് മുമ്പ് ചെക്ക് ചെയ്ത് എന്നോട് പറഞ്ഞ് 99% അവർക്ക് ഡാമേജ് ഇല്ല എന്ന് പറഞ്ഞു. 1% പറയാൻ അറിയില്ല. അത് അന്ന് 1/200 തൂക്കം ആയിട്ടുള്ളൂ. അയാൾക്ക് ട്രെയിൻ ഇയാൾ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ കൃത്യമാണ് അത്. അപ്പൊ അതിന്റെ അഭാവമാണ് അമല് ഇങ്ങനെ. അപ്പോൾ ഏർലി ഇന്റർവെൻഷൻ വളരെ പ്രധാനം. അപ്പോൾ അമൽ നമ്മൾ പോയത് അമൽ ഒരു വേർഡിനെ ഉപയോഗിച്ചിട്ടുണ്ടായിന്, സോഷ്യൽ ക്യാപിറ്റൽ. എന്താണ് അമലിന്റെ ഉപ്പ ചെയ്തതെന്ന് അമൽ പറഞ്ഞു. എന്നിട്ട് അതിലേക്ക് പിന്നെ എങ്ങനെയാണ് ആ സോഷ്യൽ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് അമലിന്റെ ഉപ്പയും ഉമ്മയൊക്കെ? അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ സ്കൂളിൽ 8ാം വയസ്സിൽ സ്കൂളിൽ ചേർത്തി. അങ്ങനെ പിന്നെ ക്യുസിങ്ങില് അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തോടനുബന്ധിച്ചിട്ട് ക്യുസിങ്ങില് ഒരു ക്വിസ് മത്സരം നടക്കുകയാണ് ആ സ്കൂൾ തലത്തില്. ക്വിസ് മത്സരം നടക്കുമ്പോൾ ടീച്ചർ, ഹിന്ദി ടീച്ചർ, എന്റെ അമലാക്കി മാറ്റിയ ടീച്ചറുണ്ട്, ഹിന്ദി ടീച്ചർ. ഞാൻ പറയാതിരിക്കാൻ വയ്യ. എന്നെ 1 മുതൽ 4 വരെ പൊന്നുപോലെ നോക്കി പുള്ളിക്കൽ സ്കൂളിൽ. അപ്പൊ ടീച്ചർ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ചോദിച്ചു. എന്നിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, ടീച്ചറെ ഒരു പ്രത്യേകതയാണ്. 1ാം ക്ലാസ് കുട്ടികൾക്ക് അങ്ങനെ ക്യൂസ് മത്സരത്തിന് ക്വസ്റ്റ്യൻസ് ആരും പറഞ്ഞു കൊടുക്കാൻ ആവശ്യമില്ല. പക്ഷെ ടീച്ചർ ഇന്ന് മലപ്പുറം ജില്ല രൂപീകരിച്ച 1969 രൂപീകരിച്ചത്. പിന്നെ എല്ലാ ഡീറ്റെയിലും വെറുതെ പറഞ്ഞു. ആ വെറുതെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാൻ സ്ട്രൈക്ക് ചെയ്ത് ടീച്ചർ ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? ഫുൾ ആൻസർ ആരും ഒന്നും വിട്ടില്ലേ, ഞാൻ മാത്രം ആൻസർ പറഞ്ഞു. ഫുൾ ആൻസർ. അപ്പൊ ടീച്ചറാണ് തിരിച്ചറിയണത്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം, ഞാൻ എവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം അവിടെ 2 അമല് പിന്നെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടില്ല. അതിന്റെ കാരണം അതാണ്. അതായത് ഒന്ന് അവിടുന്ന് കൃത്യമായിട്ടൊരു അക്കാദമിക്സ് കിട്ടും. 2 അവിടെ നേരത്തെ പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ കിട്ടും. പിന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറും. അല്ലെങ്കിൽ ഐസൊലേറ്റഡ് അല്ലേ, ഒറ്റപ്പെട്ടു. അപ്പൊ അമല് അതിൽ ടീച്ചർ ഏറ്റവും പ്രധാനം ഇപ്പൊ ഇവർക്ക് സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ സോഷ്യലൈസേഷൻ ആണ് ഒന്നാമത്തെ. കാരണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് മറ്റേ സബ്ജക്ട് തന്നെ ഫിനിഷ് ചെയ്യാം നമുക്ക്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു വെച്ചാൽ ടീച്ചർ അത്ഭുതപ്പെട്ടു. ടീച്ചർ തന്നെ എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി മത്സരിക്കാണ്ടായിരുന്നു. അപ്പൊ ബാക്കി ടീച്ചേഴ്സ് ഒക്കത്തെട്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടേ ഇരുത്തണം. വേറൊരാൾ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലല്ലോ. അന്ന് സൈഫുദ്ദീൻ മാഷാണ് അന്ന് പിന്നെ അപ്പോ അതിലും പ്രൈസ് അടിച്ചു. അതിൽ ജില്ലയിലൊക്കെ പങ്കെടുത്തില്ല. അല്ല, അതിൽ ഫസ്റ്റ് അടിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ സ്കൂളിൽ എന്ത് ക്യൂസ് ഉണ്ടെങ്കിൽ അവനാണ്. അത് ആ ഒരു ടാലന്റ് ആദ്യം തിരിച്ചറിയാന്നുള്ള അതാണ് അവിടെ. അന്ന് അന്ന് അങ്ങനെ ഒരു സംഗതി കൊടുത്ത് ആ ടീച്ചർ അത് ചോദിച്ചിട്ടില്ലായിരുന്നു, ആ സ്കൂളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഓക്കെ, വേറെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഇത്തരം ഒരു അക്കാദമിക്സ് ഒന്നുമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ എത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും കിട്ടും. മറ്റേ നമ്മൾ പൂർണ്ണമായി തള്ളി പറയല്ല. അല്ല, മറ്റേ അവിടെ ഈ സംഗതി നടക്കൂലല്ലോ. അവന്റെ ടാലന്റ് മറ്റ് പ്രതിഭാ മേഖല കണ്ടെത്തുന്നില്ലല്ലോ. ഇല്ല, ടാലന്റ് എന്താ തിരിച്ചറിയപ്പെടാനുള്ള ഒരു സംഗതി ഇല്ലല്ലോ. ഇവർക്കൊരു മറ്റേ എന്താ പറയാ, ഇവർക്ക് റോൾ മോഡലുകൾ ഉണ്ടാവില്ലല്ലോ. അവരെക്കാളും പ്രയാസപ്പെടുന്നവനെ ആ ഒരു സോഷ്യലൈസേഷൻ മാത്രമേ കിട്ടുള്ളൂ. മാത്രമല്ല ഇവിടെ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള വേർഡ് ചില ആളുകൾക്ക് മനസ്സിലാവാത്തതിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ നാട്ടില് ഒരു ഭിന്നശേഷിക്കാരിയായ കുട്ടി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ള കുട്ടി, അവിടെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന അറിയുന്ന എത്ര പേരുണ്ട്? ആ കുട്ടിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പിന്നെ എന്താ പറയാ, ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എങ്ങനെ ഒരു മാറ്റം വരുത്താം, എന്നിട്ട് ആ കുട്ടീനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എൻ്റർ ചെയ്യിക്കാം. ഹൗ ടു എൻ്റർ
ദ ചിൽഡ്രൻ അല്ലെങ്കിൽ ദ ചൈൽഡ് ഇൻ ദി സൊസൈറ്റി Yes. എന്നുള്ള ഒറ്റ വേർഡാണ്. ഈ ഒരു സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ മക്കള് നിരാശ അനുഭവിക്കുന്നത്, അരക്ഷിതാവസ്ഥ നേരിടുന്നത്. ഒക്കെ ഇതിന്റെ ബേസാണ്. അപ്പോൾ അതിലിപ്പം അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ മേഖല ഇപ്പം ഈ ഒരു മെമ്മറി പവർ ഉണ്ടെന്നും ആ മെമ്മറിയിലൂടെ പിന്നെ അവന് ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുത്തു. അതിന് പുറമെ ഇപ്പോൾ കലാമേഖലയിൽ പിന്നെ ഷോർട്ട് ഫിലിം, സിനിമ വരെ എത്തിലെ ഒരു ബിഗ് സ്ക്രീൻ സിനിമയിലെ നടനാണ്, ഹീറോ ആണ്. അപ്പോൾ അതിലേക്ക് അമൽ എങ്ങനെ എത്തിയത്? പിന്നെ ബിഗ് സ്ക്രീൻ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ 2019 ഞാൻ ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിൽ വരുന്നത്. അതിൻ്റെ മുന്നേ 2000 ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ 2014 ആ കൊല്ലം തന്നെ ഒരു 2015 പിന്നെ ഉപ്പച്ചി ഒരു നാടകം എഴുതി. അന്ന് എനിക്ക് സ്റ്റേജിൽ കയറണം, നാടകം കളിക്കണം, അത് ഇപ്പോഴും താല്പര്യമുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കൊണ്ടുവരുന്ന സംഗതിയാണ്. അപ്പൊ അതിന് ഒരു അവസാനം വേണമല്ലോ, ഒരു തുടക്കം വേണമല്ലോ. ആഗ്രഹത്തിനൊരു അവസാനം വേണം, അതിനൊരു ചാൻസിന്റെ ഒരു തുടക്കം വേണം. അങ്ങനെ ഉപ്പച്ചി എനിക്ക് ഒരു ചാൻസ് തരാം. എനിക്ക് ഇതായിക്കുന്നു എന്ന് പറഞ്ഞ നാടകത്തില് പിന്നെ എനിക്ക് ഒരു പ്രൊഫസർ എന്നുള്ള റോള് തരാം. ആ നാടകം ഒരു അമേച്ചർ സ്റ്റൈലിലുള്ള നാടകം ഞങ്ങളെ പിന്നെ എൻ്റെ ക്ലാസ്സിലെ കുറച്ച് കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നാടകം കളിച്ചു. അത് പുളിക്കല് ഞങ്ങളെ ഗ്രാമപ്രദേശത്ത് മൊത്തം തരംഗം സൃഷ്ടിച്ചു. അതിന് ശേഷം ഞാൻ 2019 നമ്മൾ കൊറോണ ആയ സമയത്ത് വെറുതെ ഇങ്ങനെ പണിയും തരില്ലാതെ അങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം മത്സരം ഉണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിം മത്സരം ഇതിന്റെ ടൈമിന്റെ ദൈർഘ്യം 3 മിനിറ്റ് 4 മിനിറ്റ് അല്ല 4 മിനിറ്റ് ഷോർട്ട് ഫിലിം മത്സരം 4 മിനിറ്റും 3 പേരും. അപ്പൊ നമ്മള് ആർക്കും പണിയില്ലാതെ ഇരിക്കല്ലോ, നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും അവിടെ വരും. അവന് എന്നോട് ഇവർക്ക് പറഞ്ഞു, ഒരു പണ്ട് നമ്മൾ നാടകങ്ങളും ചെയ്യണല്ലേ, അതിന്റെ പേരെന്തായിരുന്നു? മുറിയൂട്ടി. അപ്പോ അത് പിന്നെ 3 മിനിറ്റ് ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ എന്നാൽ സ്വാഭാവികമായിട്ട് എഴുതാ. അങ്ങനെ എഴുതി വന്നപ്പോ ഞാൻ ആ സ്റ്റോറി ലൈൻ പറഞ്ഞു കൊടുക്കണേ ഇപ്പൊ ചെയ്തു. ഞാൻ ക്യാമറ ആംഗിൾ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിപ്പോ 3 മിനിറ്റിൽ തീരുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. ഇത് നമുക്ക് നമ്മളെ ചാനലിൽ തന്നെ അമൽ ഇൻസ്പേഴ്സിൽ തന്നെ ഇറക്കാന്ന്. അമൽ ഇൻസ്പേഴ്സിൽ ഇറക്കി. അത് 21K വ്യൂവേഴ്സ് ആദ്യമായിട്ട്. എനിക്ക് അന്നത്തെ ദിവസം ഒട്ടും മറക്കാൻ പറ്റാത്ത അന്നത്തെ ഷൂട്ടിങ് മൊമെന്റ്സ്, അന്നത്തെ ഡബിങ് ഒന്നും ഇപ്പോഴും മറന്നില്ല ഞാൻ. അതിനുശേഷം പിന്നെ അതൊരു ഹോബിയാക്കി എടുത്ത് രസം. ആദ്യത്തെ രസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിന്റെ കൂടെ പോകില്ല. പിന്നെ 2019 2ാം ലോക്ക്ഡൗൺ വന്ന സമയത്ത് അന്ന് വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വ്ളോഗിങ് ചെയ്യുമ്പോൾ സൗണ്ട്, ഈ വണ്ടീന്റെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല, ഒരു മൊബൈലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോവാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും. അപ്പൊ അന്ന് ഹാഫ് ഇയർലിക്ക് എക്സാമിന് വായിച്ചിട്ട് ഞാൻ കൂടുതൽ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാല് ബാക്ക് പെയിൻ ആവും. ബാക്ക് പെയിൻ ആയതിന്റെ ശേഷം കിടന്ന് വായിക്കും. കമന്ന് കിടന്ന് വായിച്ച് എൻ്റെ 2 കൈനും താമ്പായിട്ട് പൊട്ടിയിട്ട് പഴുത്തൊലിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തെങ്കിലും പണിയാണല്ലോ, അപ്പൊ വിഷയം മാറാൻ വേണ്ടി വ്ളോഗിങ് ചെയ്യണേ. ആദ്യത്തെ ഒരു ഷോട്ട് എടുത്ത് കട്ട് പറഞ്ഞു, സൗണ്ട് കാരണം കട്ടാക്കി. 2ാമത്തെ ഒരു ഷോട്ട് എടുത്ത് കട്ടും പറഞ്ഞു. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പിന്നെ എന്താ പറഞ്ഞ നിയന്ത്രണം വിട്ട് നമ്മള് വാക്ചാതുര്യം വരുത്തല്ലോ, വർത്തമാനം പറയല്ലോ. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഇരിക്കണ അമലൊന്നുമല്ല സ്വാഭാവികമായിട്ട്. അപ്പൊ ചേർന്ന് അങ്ങനെ പറയാൻ പാടില്ല, ഈ ഒരു കുട്ടിയാണ്, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. എൻ്റെ സംഗതി ഈ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ അംഗീകരിക്കും. പക്ഷെ ഇങ്ങനൊരു സാധനം എൻ്റെ ആ പ്രായത്തിലുള്ള കുട്ടി പറയാൻ പാടില്ല. ഭയങ്കര ഹാർഡായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു. ഷോർട്ട് ഫിലിം അങ്ങനെയാണ് അമൽ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ എഴുതി. പിന്നെ അതും ഗംഭീരായിട്ട് വിനോദ് സാറിന്റെ കൂടെ, വിനോദ് കോവൂര് അത്ഭുതപ്പെടുത്തിയ മനുഷ്യനാണ്.
ഇവരാദ്യം വലിയ പൈസ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഈ ഇങ്ങനത്തെ സ്റ്റോറി പറയുമ്പോൾ ലബീബിനോട് പറഞ്ഞു ഐ മീഡിയന്റെ ഒരു ചെറിയ എമൗണ്ട് മതി പറഞ്ഞു. പക്ഷെ വന്ന് മൂപ്പര് നമ്മളെ കണ്ട് പരിചയപ്പെട്ടപ്പോ എനിക്കൊന്നും വേണ്ടായിരുന്നു. ഞാൻ നിർബന്ധിച്ച് ചില്ലറ വണ്ടിക്കൂലി കൊടുത്ത്. പിന്നെ ഞാൻ പാട്ട് എഴുതിനേല് ടൈറ്റിൽ സോങ്. അപ്പൊ പാട്ടൊക്കെ അങ്ങനെ കൊണ്ടുപോയി ഡബ് ചെയ്ത് എന്താ പറയാ റെക്കോർഡ് ചെയ്ത് അത് ഫുൾ പേയ്മെന്റ് കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ട് ആണ് ചെയ്ത്. അപ്പൊ ആ ഒരു വിഷയത്തിനോടുള്ള താല്പര്യം അതെ അമലിനെ കണ്ടപ്പോഴുള്ള അതായത് സിമ്പതി കൊണ്ടല്ലോ. അതെ സിമ്പതി ഈ ഒരു വിഷയം ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എടുത്തിട്ടാണ് ആളങ്ങനെ ചെയ്തത്. അയാൾക്കാണ് മനസ്സുണ്ട്. പിന്നെ ഈ വിഷയത്തോട് എമ്പതി കാണിച്ചു എന്നുള്ളതാണ് അമലിനാണ് ഷോർട്ട് ഫിലിം. അപ്പൊ അത് കണ്ടപ്പോഴാണ് സിദ്ദീഖ് കൊടിയത്തൂര് ഒരു നായകനെ തെരഞ്ഞെടുക്കാണ്. അങ്ങനെ അമൽ എന്നുള്ള ഫിലിമിലെത്തി. അമൽ എന്ന ഫിലിമിന് ഒരുപാട് പ്രസക്തി ഉണ്ട്. അത് പിന്നെ ഈ ഒറ്റപ്പെടലിന്റെ ആ ഒരു സംഗതിയെ കുറിച്ചുള്ള ഒറ്റപ്പെടൽ മാത്രല്ല സോഷ്യലൈസേഷന് ഈ ട്രീറ്റ്മെന്റ് ട്രാക്ക് മാറിപ്പോണത്, പിന്നെ പാരന്റ്സിന്റെ ഒറ്റപ്പെടൽ വേറെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുന്ന സപ്പോർട്ട് എല്ലാം അതിലുണ്ട്. ഒരു ഭിന്നശേഷിക്കാരൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഭിന്നശേഷിക്കാരൻ സാമൂഹിക പ്രശ്നങ്ങളിൽ എങ്ങനെ നോക്കി കാണുന്നു അതാണ് ഫിലിമിന്റെ ചുരുക്കം. നമ്മൾ നേരെ ഫസ്റ്റ് പറഞ്ഞ സ്കൂൾ ഇൻക്ലൂസീവ്, ഞാൻ സ്പെഷ്യൽ സ്കൂളെ തള്ളി പറയല്ല. അതായത് അവിടെ ഉള്ള സ്പെഷ്യൽ സ്കൂളുകൾ വേണ്ടത് നമ്മുടെ ജനറൽ സ്കൂളുകളുടെ കൂടെയാണ്. ഇൻക്ലൂസീവ് ആയിട്ടാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടക്കേണ്ടത്. അപ്പൊ സ്പെഷ്യൽ സ്കൂളുകൾ വേണം. അതിന് നിർബന്ധമായിട്ട് സർക്കാരിന് ഒറ്റ ഉത്തരവിട്ടാണ്. എന്തെല്ലാം ഉത്തരവിടുണ്ട്, ഒറ്റ ഉത്തരവിട്ടാണ് പുളിക്കര ഹൈസ്കൂളിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം വേണ്ടത്. ഐക്യപടി സ്കൂളിന്റെ കൂടെയാണ് അവിടുത്തെ ബസ് വേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇൻക്ലൂസീവ് ആവുള്ളൂ. സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും. അവരുടെ കാര്യങ്ങളുണ്ടാവും. സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഒരു കാലിബറും അവർക്കും കൂടെ കുറെ കൂടി ഒരു ഇത് കിട്ടേണ്ടതുണ്ടല്ലോ യഥാർത്ഥത്തിൽ. കാരണം ഇപ്പൊ പല സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ ഇതില്. ഇപ്പൊ അമല് സെറിബ്രൽ പാസി അല്ലെങ്കിൽ അമലിന് പിന്നെ ഫിസിയോതെറാപ്പി എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. അതേ സമയത്ത് മറ്റ് ഭിന്നശേഷി കുട്ടികളുണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സ് അറ്റല്ല. കാരണം നമ്മളൊരു 25 കൊല്ലം ബാക്കിലോട് നമ്മളെ വണ്ടി അപ്പൊ പറയുമ്പോ നമ്മളായിരിക്കും ആളുകളായിരിക്കും ഇവർ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും കുറ്റം നെഗറ്റീവ് അടിക്കാണ്. പക്ഷെ നമ്മളെ അനുഭവമാണ് പറയിപ്പിക്കണേ. 10 വർഷം അമലോട് തെറാപ്പി ചെയ്തിട്ട് 8ാം മാസം മുതൽ ഞാൻ കയറാത്ത സെന്ററുകളോ ഒന്നുമില്ല. ഞാൻ ഗൾഫിൽ നല്ല ജോബ് ഉപേക്ഷിച്ചിട്ടാണ് ഇവന്റെ ട്രീറ്റ്മെന്റിന് ഇറങ്ങിയത്. ഇവന് ഓരോ ദിവസം ബാക്കോട്ടാ പോയത്. അത് ബാംഗ്ലൂർ വെല്ലൂർ CMC പോലും റൈറ്റ് ഓഫ് ചെയ്തിട്ട് ബാംഗ്ലൂർ എത്തുമ്പോഴാണ് അവിടുന്ന് ഡോക്ടർ ദീപക്ഷരൻ പറഞ്ഞവനെ കട്ട് ചെയ്ത് സർജറി. എത്ര സർജറി ചെയ്തിട്ടുണ്ട്? 2 യൂണിറ്റ് 2 തവണ സർജറി ചെയ്ത്. പക്ഷെ 15 സ്ഥലം ഈ 2 ലോവർ ലിംബൊക്കെ കട്ട് ചെയ്താണ്. ബോണൊക്കെ കട്ട് ചെയ്ത് ബോണൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും യഥാർത്ഥത്തിൽ ഒന്നുമില്ലല്ലോ. അവൻ ആർക്ക് കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് നടക്കും. ചെറിയൊരു കുട്ടി, കൈകളിൽ നിന്നും ഒരു മസിലും വളർച്ചയില്ല, ഒരു പേന പിടിക്കാൻ കഴിയില്ല, ഭക്ഷണം എടുത്ത് കഴിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ ദിവസം ചുരുങ്ങി കൈകൾ കോൺട്രാക്ചർ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലേക്ക് ഇങ്ങനെ. ഈ സർജറി ചെയ്താൽ മാത്രമേ ഇതിലേക്ക് എത്തുള്ളൂ. അത് സർജറി ചെയ്താൽ എന്നല്ല, സർജറിയിലേക്ക് എത്തുന്നതിന് മുന്നുള്ള കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അവൻ നേരത്തെ പറഞ്ഞ അയാളെ ഇന്റർവെൻഷൻ. അവൻ കൈ ആദ്യം ഇങ്ങനെ പിടിക്കുള്ളായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന കൈ തിരിഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു. അതിന് 10 വർഷം എടുത്തു. അപ്പോ ഇങ്ങനെ പിടിച്ച ഒരു വയസ്സ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത് നിവർത്തിക്കൊണ്ട് വലിയൊരു ശതമാനം നിവർത്തിക്കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഒരു പക്ഷേ സർജറി ഒഴിവാക്കാൻ പറ്റും. വലിയൊരു ശതമാനത്തിൽ സർജറി ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് എവിടെ ഉണ്ട്, ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു പിന്നെ സംഗതി ഒന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഹിപ്പ് പുറത്തേക്ക് വളർന്ന് പോയതിന് ശേഷമാണ് ഹിപ്പ് കട്ട് ചെയ്തിട്ട് സോക്കറ്റിലേക്ക് കയറ്റുന്നത്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുന്നുള്ള ട്രീറ്റ്മെന്റിൽ നമ്മൾ ഈ സെറിബ്രൽ പാൾസി എന്ന് മാത്രമല്ല അത്തരം ചൈൽഡ്ഹുഡ് ഡിസീസസിലൊക്കെ നമ്മൾ ഒരുപാട് ബാക്കിലാണ്. അപ്പൊ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ മുന്നിലാണെന്ന് അവർ തെളിയിക്കണം. ഇപ്പൊ സർക്കാർ സംവിധാനങ്ങളിലും മെഡിക്കൽ കോളേജുകൾ വളരെ അപര്യാപ്തമാണ് ഈ കാര്യത്തിൽ. അല്ലാത്ത എല്ലാ ആരോഗ്യ മേഖലയും നമ്മൾ ടോപ്പാണ്, പക്ഷെ വളരെ ബാക്കിലാണ്. പിന്നെ ഇതിന് ഒരുപാട് ട്രെയിനിങ് മൊഡ്യൂളുകൾ തന്നെ സെപ്പറേറ്റ് ഉണ്ട്. ഓരോ കണ്ടീഷനിന് 100 കേസുകൾ വേറെ ഉണ്ടാവും. സെറിബ്രൽ പാൾസിന്റെ പല വിധ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഒരു പ്രൈവറ്റ് മേഖലയിൽ ഇതിന് വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളൂ. കാരണം പ്രോഫിറ്റബിൾ അല്ല. പറഞ്ഞ മാതിരി ഒരു ചികിത്സ ഒരു പരിധി എത്തുമ്പോഴേക്ക് രക്ഷിതാവ്
തളർന്നു പോകും. അതായത് സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ പ്രോഫിറ്റബിൾ അല്ലല്ലോ. അപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, വർഷങ്ങളോളം എടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലേ. എന്നാൽ തന്നെ അല്ല ചില സെന്ററുകളിൽ പക്ഷെ ഭയങ്കര ഹെവി പേയ്മെന്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നവരുണ്ട്. അല്ല വളരെ മാന്യമായിട്ട് അവരെടുക്കുന്ന ജോബിന് മാത്രം പൈസ വാങ്ങുന്നവരുണ്ട്. പക്ഷെ അവർ എടുക്കുന്ന ജോബിന് മാത്രം പൈസ വാങ്ങുമ്പോഴും അതൊരു വോളിയം എല്ലാ പാരന്റിനും ബേർഡനാവും. എല്ലാ ബേർഡനായിരിക്കൂല, എല്ലാ പാരന്റും അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അമലിനെ വലിയ സംഖ്യ ചെലവാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളതും കടം വാങ്ങിയതും ഒക്കെ കൂട്ടിയിട്ട് ചിലവാക്കി കൊണ്ടുവന്ന് മസിലായി, പേശികളായി, പിന്നെ എന്താ പറയുക ആള് വലുതായി, ഫുൾ ട്രെയിനിങ് കൊടുത്ത് പഞ്ചഗുസ്തിയിൽ ദേശീയ കളിക്കാരനായി മാറിയാണ്. അതിലിപ്പോൾ ഈ ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ ഇപ്പോൾ രക്ഷിതാവ് എന്നുള്ള നിലക്ക്. ഇപ്പോൾ ഭിന്നശേഷി മേഖലയിലുള്ള അല്ലെങ്കിൽ കുട്ടികളെ അവരുടെ രക്ഷിതാക്കളുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതി. അപ്പോൾ നമ്മൾക്ക് പുറത്തിരുന്നിട്ട് ഇങ്ങനെ പറയാം രക്ഷിതാവ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാമെന്നല്ലാതെ അത് അനുഭവിക്കുന്നവർക്കല്ല യഥാർത്ഥത്തിൽ. ഇപ്പം ഞാനൊരു ഭിന്നശേഷി രക്ഷിതാവാണെങ്കിൽ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. അതേസമയത്ത് നമ്മൾ ഇപ്പോൾ സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സമൂഹത്തിൽ സപ്പോർട്ട് കൊടുക്കാമെന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്ത് സപ്പോർട്ടാണ് ഒരു ഭിന്നശേഷി രക്ഷിതാവിന് വേണ്ടത്? ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിന്നശേഷി കുട്ടി സമൂഹത്തിൽ എൻ്റർ ചെയ്യാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ വേണം അവിടെ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭിന്നശേഷി കുട്ടി മറ്റു കുട്ടികളെ പോലെ അവിടെ കളിക്കാൻ അത് മാത്രമേ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഇപ്പൊ സ്കൂളിൽ ചേരാൻ പോവാണ്. ആ കുട്ടിക്ക് പിന്നെ വേണ്ട ആ കുട്ടിനെ സ്വീകരിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ കുട്ടിനെ ചേർത്ത് പിടിക്കേണ്ട അധ്യാപകർ ഉണ്ടാവേണ്ടത്. ഭൗതിക സാഹചര്യം അടക്കം എല്ലാം ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും കൂടുതൽ ആ കുട്ടിനെ ഏറ്റെടുക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അതിനുള്ള പ്രധാനാധ്യാപകർ അവിടെ വേണം, അധ്യാപകർ അവിടെ വേണം, സ്കൂൾ അധികാരികൾ അവിടെ വേണം. എന്നിട്ട് എന്താണ് ആ കുട്ടി അവിടെ പിന്നെ അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ പോയിന്റ് ആണ്. നമ്മൾ ആദ്യം റാമ്പുകളെ കുറിച്ചാണ് ആലോചിക്കുക. ആദ്യം ടോയ്ലറ്റ് ഫ്രണ്ട്ലി ആക്കണം, റാമ്പ് ഫ്രണ്ട്ലി ആക്കണം. ഒരാളെ ഒരു അവസ്ഥ വേണം അവിടെ. അതായത് ഇപ്പൊ എന്റെ പരീക്ഷ എക്സാമിന്റെ വിവാദ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഒരു കുട്ടി അവിടെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് കാര്യമില്ല. അതാണ് ഏറ്റവും കാതലായ വിഷയം. ഇതിനെ സമൂഹവും മൊത്തം അവരെ സ്വീകരിക്കാന്നുള്ളതാണ്. നമ്മൾ ഈ ടോക്കില് നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഞാന് ഇവൻ അമലിന്റെ അച്ചീവ്മെന്റ്സ് പറയാനോ അമലിനെ കുറിച്ച് പറയാനോ എന്നെ കുറിച്ച് പറയാനോ ഞാൻ അനുഭവിച്ച ത്യാഗം ഇതൊന്നും ത്യാഗമൊന്നുമല്ല, നമ്മൾ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനൊന്നുമല്ല നമ്മൾ ഈ മേഖലയിലെ സബ്ജക്റ്റ് സംസാരിക്കാന്ന് വിചാരിച്ചു. കാരണം നേരത്തെ പറഞ്ഞ രക്ഷിതാവിന്റെ വിഷയം, രക്ഷിതാവ് ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. കാരണം ഇതോടുകൂടി ഇൻട്രോവേർട്ട് ആവും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെ കേരള സമൂഹത്തിന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പൊതുവില് തുറിച്ചു നോട്ടം കൂടുതലാണ്. പെണ്ണിനെ കണ്ടാൽ തുറിച്ചു നോക്കും, ഒക്കെ തുറിച്ചു നോക്കും, വയ്യാത്തവരെ കണ്ടാൽ ഒക്കെ. നമ്മളല്ലാത്ത അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പോയി തലയിടും. അത് നമ്മളൊരു പ്രത്യേകതയാണ്. അപ്പോൾ മറ്റ് ഒരു സ്ഥലത്ത് മറ്റു രാജ്യത്തൊക്കെ ആണെങ്കിൽ അവരിപ്പോ ഒരു സായിപ്പ് ഇവനെ കാണുകയാണെങ്കിൽ ഹൈ പേര് വെച്ച് സംസാരിച്ച് എന്താണ് ഇതിന്റെ അസുഖം എന്ന് ചോദിക്കൂല, എന്താ എനിക്ക് പറ്റി ചോദിക്കൂല. നമ്മൾ ആദ്യത്തെ ചോദ്യം അതേ എന്താണ്, അതായത് സഹതപിക്കുക, നമ്മളെ ക്രൂവൽ ആക്കല്ല. അത് വളരെ നെഗറ്റീവായിട്ടാണ് ഈ സ്ത്രീകളാണ്. ആണുങ്ങളെപ്പോഴും ജോബ് കാര്യങ്ങളുടെ എസ്കേപ്പാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് 90% സ്ത്രീകളാണ് ഈ കുട്ടികളെ കൊണ്ടുനടക്കുക, അമ്മമാരാണ്. അമ്മമാർക്ക് കപ്പാസിറ്റി ഉണ്ടാവില്ല തുടക്കകാലത്ത് ഈ ചോദ്യങ്ങൾ. അതിന് ഒരു 18-20 വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ കുട്ടിയായിരിക്കും ഈ കുട്ടി. ആ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ഈ സാമൂഹികമായ ഒറ്റപ്പെടലിന് കുടുംബങ്ങളിൽ കല്യാണങ്ങൾക്ക് ഇവരെന്താ ചോദിക്കാറോ, ഈ കുട്ടിനെ കാണിച്ചിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലേ, ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ ഈ കുട്ടിനെ കൊണ്ടുവന്ന് നടന്ന മെച്ചം, ഇതൊക്കെയാണ് ചോദിക്കുക. അത് അവർക്കുള്ള പ്രയാസങ്ങൾ അവര് നമ്മളെ കാണുമ്പോൾ ഉള്ള ഒരു സിമ്പതി കൊണ്ടാണ് ചോദിക്കണേ. പക്ഷെ അത് എത്രത്തോളം നമ്മൾക്ക് മുറിവേൽപ്പിക്കും. അല്ല, ഏറ്റവും ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ട്. ഒരു ദിവസം ഞാൻ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് നല്ല വേദനയായിട്ട് വരികയാണ്. അപ്പോൾ വേദനയായിട്ട് ആ വേദനന്റെ ഊക്കിൽ ഞാൻ ഉറങ്ങിപ്പോയി. വാഗനറിൽ വരുമ്പോൾ ഉപ്പിച്ചൊരു കോഫി ഷോപ്പിൽ പിന്നെ കേക്കും ചായയും വാങ്ങി തരാൻ വേണ്ടിട്ട് നിർത്തി. അപ്പൊ ഞാൻ ക്വാർട്ടർ പോറിലാണ് നടക്കുന്നത്, ഒരു സ്റ്റിക്കും പിന്നെ ഒരു പല കൈയും പിടിച്ചിട്ട്.
അപ്പോൾ കയറി ചായ കുടിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ നേരത്ത് ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ഒരു കനേഡിയൻ സായിപ്പ് അവിടെ വന്നു. കൂടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ വേഗം നടക്കണം, അയാൾക്ക് ഇങ്ങോട്ട് പോരണം. കാരണം നമ്മളവിടെ ചെന്നിട്ട് വേണം, ഇറങ്ങിയിട്ട് വേണം അയാൾക്ക് ഇങ്ങോട്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവന് വന്നിട്ട് മതി എനിക്ക് അങ്ങോട്ട് കയറല്. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഈ അന്ന് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പിറ്റേന്നാണ്, ഈ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചോ, പിന്നെ എൻ്റെ വിശേഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭാഗ്യമുള്ള ഒരു ഫാദറിനെ, ഒരു ലക്കി ഫാദറിനെയാണ് കിട്ടിയത്, ഒരു ലക്കി ഫാമിലി ആയതുകൊണ്ടാണ് ഈ ഇങ്ങനെ ആയത്, പിന്നെ എനിക്ക് നല്ല ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു. അതിന് തൊട്ടടുത്തൊരു ഇൻസൈഡൊക്കെ ചെയ്തിട്ടൊരു പിന്നെ ഒരു ഭയങ്കര പുള്ളി മലയാളി മുടിയൊക്കെ നീട്ടിയിട്ട് അയാളെ വെച്ചിട്ട് ഇങ്ങനെ തെക്കൻ ഭാഷയിൽ ഈ കൊച്ചിനെന്നാ ഈ കൊച്ചു നടക്കത്തില്ലേ, അതോട് കൂടി മൂട് മൊത്തം പോയി. അപ്പൊ അവിടെ നമ്മുടെ സംസാരവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പെരുമാറ്റവും ഒക്കെ പ്രധാനമാണ്. അല്ല അത് സ്വാഭാവികമായിട്ട് സായിപ്പിന് കൂടുതൽ ആളാണ്. സായിപ്പ് ജനറൽ അനുസരിച്ച് മറ്റേ ഇവൻ നടക്കത്തില്ല, നടന്നില്ല നമ്മളെ വിഷയമല്ലല്ലോ. അപ്പൊ ഇതിന് ഭയപ്പെടുക എന്നല്ല, അതിന് ഒറ്റപ്പെടല. അപ്പൊ ഇവര് ഐസൊലേറ്റഡ് ആവും, ഇവര് വീടിനുള്ളിൽ രക്ഷിതാക്കളൊക്കെ പാരന്റ്സ്, കുട്ടികളല്ല പാരന്റ്സ് ഇരിക്കും, കുട്ടികൾക്ക് തിരിച്ചറിയില്ല. അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് വേഗം പോകും. പോയിട്ട് അവിടെയുള്ള അവരുടെ സമൂഹത്തിൽ മാത്രം ജീവിക്കും. പക്ഷെ ഇപ്പൊ നല്ല മാറ്റം വന്നു സ്പെഷ്യൽ സ്കൂളുകളിൽ. ഇപ്പൊ ഈ പറയപ്പെട്ട അമ്മമാരൊക്കെ കുറച്ച് മൂത്തല്ലോ. ഇപ്പൊ ഒരുപാട് സർക്കാർ സംവിധാനങ്ങൾ പുതിയത് നമ്മൾ ഭിന്നശേഷി കലോത്സവം അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഒരുപാടുണ്ട്. 10 വർഷത്തില് സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാകൃത എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. പുതിയ പുതിയ സംഗതികൾ കൊണ്ട് പിന്നെ സമൂഹത്തിന് തന്നെ ഈ ഒരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അമ്മമാരെന്നെ എന്ത് ചെയ്തു, അവർ ബോൾഡായി, അവർ സംഘടിച്ചപ്പോ അതാണ് ഈ സ്പെഷ്യൽ സ്കൂളുകൾ പേരുകളിൽ നിന്ന് പുറത്തു വരുന്നത്, ഭിന്നശേഷി കലോത്സവങ്ങളായിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും വീണ്ടും പറയാ, ആ സ്പെഷ്യൽ സ്കൂളുകളെ ആ അമ്മമാരെ ആവശ്യമാണ് ഒരു മാറ്റം വരുത്താതെ ബഡ്സ് സ്കൂളുകൾ അത് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറൊക്കെ അവരെ ക്ലാസ് മുറിയിൽ റിസോഴ്സ് റൂം ഇരിക്കുമ്പോൾ ബാക്കി സമയം കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേൾഡിൽ നമുക്ക് സംഭാവന ചെയ്യാവുന്ന ഏറ്റവും നല്ല സിസ്റ്റം, ഏറ്റവും നല്ല സിസ്റ്റം, ഏറ്റവും നല്ല മാതൃക. അതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാവും. അപ്പോൾ കാരണം സൊസൈറ്റി മാറിയിട്ടുണ്ട്, സൊസൈറ്റി കൾച്ചേർഡ് ആയിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കാലിൽ വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അവനെ പരിഹസിക്കും, 1.5 വിളിക്കും. അല്ല ശരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇപ്പൊ നമ്മളെ കവലകളിലും നമ്മളെ ചുറ്റുവട്ടത്തും തന്നെ ചെറിയൊരു എന്തെങ്കിലും ഒരു പിന്നെ കുറവെന്നല്ല ഒരു ഇതുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കിയിട്ട് സമൂഹമാണല്ലോ വിടുക. ഇപ്പൊ അങ്ങനെയല്ല, ഒന്നല്ലെങ്കിൽ വേറെ തരത്തില് ഇപ്പം ശാരീരിക അവസ്ഥയല്ല ഞാൻ പറയുന്നത്, മാനസികമായിട്ട് ചില ആളുകളുണ്ടല്ലോ, അവരെ വരെ എന്ത് ചെയ്യും സമൂഹമാണ്. ശരിക്കും കമ്മ്യൂണിറ്റി ട്രീറ്റ്മെന്റ് ആണ് അതിന് വേണ്ടത്. കാരണം എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയ കാരണം അത് സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനിച്ചു. കളിയാക്കാന്നുള്ള അല്ല, കളിയാക്കരുത്. പുതിയ തലമുറ മാറ്റങ്ങളിൽ ആണ് പറയാൻ കാരണം. മാറ്റങ്ങളില്ല, ഒരു പുതിയ തലമുറ നല്ല എൻ്റെ ഡിഫറെന്റ് ആണ്. പുതിയ തലമുറ എൻ്റെ ഡിഫറെന്റ്. ആ ഡിഫറെന്റ് ആവാൻ കാരണം അതാണ്, അവര് വന്ന സാഹചര്യം ദൃശ്യമാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഉദാഹരണമായിട്ട് പിന്നെ നമ്മളെ അപർണ ബാലമുരളിന്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആണെങ്കിൽ പോലും കാമുകി എന്നുള്ള ഒരു പിന്നെ ക്യാമ്പസ് സിനിമ, കണ്ണു കാണാത്ത കുട്ടിനെ എങ്ങനെയാണ് ഒരു ക്യാമ്പസ് ട്രീറ്റ് ചെയ്യുന്നത്, വളരെ മനോഹരമായ സിനിമ. അപ്പൊ ഈ കുട്ടി ഇപ്പം എന്റെ മകള് 2ാം ക്ലാസ്സിലുള്ള കുട്ടി, അവൾക്ക് പൂർവ്വ കഥകളൊന്നും അറിയില്ലല്ലോ. അവളിപ്പോ കാണുന്നത് ഒരു സിനിമയിൽ ഇങ്ങനെ കുട്ടീനെ എല്ലാവരും കൊണ്ടുനടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ, അല്ലെങ്കിൽ വെറുതെ വീഡിയോ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭിന്നശേഷി സ്കൂളിനെ ആ നാട്ടുകാർ ചേർന്നിട്ട് വലിയ കലോത്സവമായിട്ട് നടത്തുന്നത്. അത് അവരെ മുന്നിലുള്ള ബെസ്റ്റ് സാമ്പിളുകളാണ്. ആ സാമ്പിളുകൾ നന്നായി എന്നുള്ളതാണ് അവർക്കുള്ള ക്യാപിറ്റൽ. അവർ ക്യാപിറ്റൽ ശരിക്കും അതാണ്. ആ ക്യാപിറ്റലിൽ നിന്ന് അവർ പോരുന്ന സ്കൂളിൽ 1 മുതൽ 10 വരെ എത്തുമ്പോഴേക്ക്
അവർ കൾച്ചറലി മാറാണ്. അല്ല അങ്ങനെ കുറെ മാറിയിട്ട് ഇപ്പം പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള അധ്യാപകരുണ്ടല്ലോ, ഈ അധ്യാപകരെ ആ സ്കൂളിലെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, നന്നായി കൊണ്ടുവരുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തരും ഇത് പറയുമ്പോ, അവിടെ മാറ്റാത്ത കൗമ് അധ്യാപകരും പാരന്റ്സും ആണ്. അതായത് ഒരു സ്കൂളില് ഞാൻ തുറന്നു പറയും 20% കൂടുതൽ അധ്യാപകർക്ക് ഇതിൽ താല്പര്യമില്ല എന്നുള്ളത്. ഒരു 20% അധ്യാപകർക്ക് അതെ എത്ര നല്ല കുട്ടികൾ, എത്ര എന്താ പറയാ പ്രയാസമുള്ള കുട്ടിയെന്ന് അവർക്ക് പ്രശ്നമില്ല, അവര് ചോറ് അരി കൊടുത്തിട്ടും ഒക്കെ ട്രീറ്റ് ചെയ്യും. അതേ സമയത്ത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്തിനാ നമ്മള് റിസ്ക് എടുക്കണ നോക്കും. അവരെന്താ പറയാ, നിങ്ങള് സ്പെഷ്യൽ ടീച്ചർ വരുന്ന ദിവസം ആഴ്ച 3 ദിവസം അന്ന് എന്നാ പോരെ നോക്കുന്ന 100 കണക്കിന് പരാതികൾ കെട്ടിക്കിടക്കേണ്ട ഈ വിഷയത്തില്. വെറുതെ പറയല്ല, ഈ പാരന്റ്സിന് ഈ ടീച്ചേഴ്സിനോട് പാരന്റ്സ് എന്ന് പറയാണ് എന്റെ ക്ലാസ്സിലുള്ള കുട്ടി ആകാശം കിടന്ന സിനിമ റിയൽ ഇൻസിഡന്റ് വെറുതെ പറയാം, എന്റെ ക്ലാസ്സിലേക്ക് വരില്ല എന്ന് പറയും. എന്റെ കുട്ടിയെ ഈ കുട്ടിന്റെ അടുത്തേക്ക് ഇരുത്താൻ പറ്റില്ല പറയണ്ടല്ലോ. അപ്പൊ റിയൽ സംഭവമാണ്. അപ്പൊ ഇരുത്താതെ എന്ത് ചോദിച്ചാൽ അവര് അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂൾ മാറിപ്പോകുന്ന പറയും. മാറിപ്പോയി സാധു അധ്യാപകൻ അയാളെ പോസ്റ്റിംഗ് പോലെ അയാൾ അവിടെ തിരുത്തേണ്ട ഒരു തിരുത്ത് അധ്യാപകർ നടത്തുന്നില്ല. അതുകൊണ്ടാണ് ധൈര്യം ഇല്ല. ഇപ്പത്തെ പ്രശ്നം എന്താ അറിയോ, ഇപ്പത്തെ പ്രശ്നം ധൈര്യമില്ല. കാരണം അത് വേണ്ട, ഞാൻ അപ്പുറത്ത് ചേർത്തിക്കോളാന്ന് പറയും. അവിടെ തിരുത്തേണ്ട ധൈര്യം അധ്യാപകർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ സിനിമയിൽ കാണിക്കുന്ന അത് എന്നുള്ള കഥാപാത്രമാണ് അതിലേക്ക് എൻട്രി കാണിക്കും. കുട്ടികൾ ചെയ്യുന്നുണ്ട്, കുട്ടികൾ കാണിക്കും. ഞാൻ ഇവനെ ജഡിച്ച് ഞാൻ 1 മുതൽ 11ാം ക്ലാസ് വരെ ഇവരെ കൂടെ പോയിട്ടുണ്ട് സ്കൂളില്. വലിയ സംഭവമല്ല കേട്ടോ, ഞാനതിൽ ബെനിഫിഷ്യറി. കാരണം 2ാമത് സ്കൂളിൽ പോകാറിന് ഒരാൾക്കും നിങ്ങൾ മാഷായതുകൊണ്ട് അധ്യാപകൻ സ്കൂളിൽ പോണ പോലല്ല, ഒരു കുട്ടിയെ പോലെ സ്കൂളിലെ ബെഞ്ചിമേൽ വീണ്ടും പോയിരിക്കും, വരാന്തയിലും ബെഞ്ചിലും. ഞാൻ ക്ലാസ് മുറിയിലിരിക്കും ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ. അത് ഭയങ്കര ലക്കാണ്, ലക്കിയസ്റ്റ് ഫാദറാണ് ആ രീതിയിൽ. അപ്പോൾ അന്ന് ഒരിക്കൽ ഞാൻ ഇവന് മറ്റേ മൂത്രയിക്കാൻ ഞാൻ വേണം വലിയ ആളായപ്പോ, അപ്പോൾ മൂത്രയിക്കാൻ ഞാൻ വർക്കല്ലേ, അപ്പൊ ഒരു വർക്കിന് പോയിട്ട് പോയി അതിമാഷ അവനെ ടീച്ചറെ ഏൽപ്പിച്ച് പോയി. ടീച്ചർ ഇവന് മൂത്രയിക്കാൻ മുട്ടിയ സമയത്ത് ടീച്ചർ എവിടെക്കോ പോയിട്ടുണ്ട്, കാണാനില്ല ടീച്ചറെ. അതിനെ ഇവനാകെ പ്രയാസപ്പെട്ടപ്പോൾ എൻ്റെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാരും പറഞ്ഞേ ഞാൻ മൂത്രയിപ്പിച്ചു തരാന്ന്. പക്ഷെ അവൻ സമ്മതിച്ചില്ല. പിന്നെ അതിമാഷ എത്തി സമം മൂത്രയിക്കൽ കഴിഞ്ഞ്. അന്ന് രാത്രി ഇവനോട് കാര്യം പറഞ്ഞു, നിങ്ങള് കംപ്ലൈന്റ് ആയിട്ടല്ലാതെ പറഞ്ഞു, ഇപ്പൊ തിരക്കുള്ള ദിവസം സ്കൂളിൽ പോകണ്ട, ഞാൻ അല്ലാതെ വായിച്ചോണ്ട് പറഞ്ഞു. അത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യം മറ്റേ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാനെ കുറിച്ച് ആലോചിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണല്ലോ, അപ്പോൾ ഒരു ഡിവൈസ് വേണം. ആ ചർച്ച ഞാനും എൻ്റെ ഫ്രണ്ടിന് ആർക്കിടെക്റ്റും കൂടി ചർച്ച ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് പലതവണ ഉണ്ടാക്കും, പൊളിക്കും, മാറ്റും. അങ്ങനെ ടോയ്ലറ്റ് ഒരു മൂത്രപ്പുര ഉണ്ടാക്കി. ആരും വേണ്ട, അവൻ തന്നെ വാക്കറിൽ വന്നിട്ട് വീൽ ചെയറിൽ വന്നാണ് പിടിച്ച് കയറി എല്ലാ കാര്യവും അതിന് സ്റ്റേറ്റ് മറ്റേ നമ്മളെ ആരോഗ്യ ടീച്ചർ ആരോഗ്യമന്ത്രിയല്ലേ ശൈലജ ടീച്ചർ. ആ സമയത്ത് 2ാം കൊറോണ കഴിയുന്ന ആ സമയത്ത് അസിസ്റ്റീവ് ഡിവൈസിന് മത്സരം നടന്ന് സ്റ്റേറ്റ് ലെവൽ എനിക്ക് 2nd പ്രൈസ് അടിച്ചായിരുന്നു ആ പ്രോഡക്റ്റിന്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ 2 സംഭവമുണ്ട്. ഒന്നൊരു പ്രോഡക്റ്റ് ഉണ്ടായി എന്നുള്ള സംഭവമാണ്. 2 എനിക്കൊരു കാര്യം മനസ്സിലായി, അഥവാ ഞാനില്ലെങ്കിലും ആളുണ്ടാവും എന്നുള്ളത്. ഏത് ചെയ്തു കൊടുക്കാൻ ആളുണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ +2 ഞാൻ വീണ്ടും സ്കൂള് ഞാൻ പോണില്ല, നമുക്ക് പുളിക്ക ചേരാ എന്ന് പറഞ്ഞോട്. അപ്പൊ അവന്റെ മാഷ് നസീഫ് മാഷ് പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാറ്. അവന്റെ സ്റ്റുഡൻസ് കൂടെ ഉള്ളവർ ഞങ്ങൾ ടോയ്ലറ്റ് പോകാൻ എപ്പോഴും അസിസ്റ്റ് ചെയ്യണം. ഒരാൾ ബാക്കിൽ നിന്ന് പിടിച്ചു കൊടുക്കേ അല്ലെങ്കിൽ ഒന്ന് സഹായിക്കുക വേണം. ടോയ്ലറ്റിങ് വരെ അവർ ചെയ്തു കൊടുക്കും. ആ മാറ്റാണ് നമ്മൾക്കില്ലാത്തതും ആ മാറ്റത്തിലാണ് ആ കുട്ടികളുള്ളതും. നമ്മൾക്കില്ലായിരിക്കാൻ കാരണം നമ്മൾ കണ്ട സിനിമ അല്ല, അതിന് കാരണം എന്താ അറിയോ, നമ്മൾ കണ്ട സിനിമകളില് ഭിന്നശേഷിക്കാരനെ ചട്ടൻ, ചട്ടുകാലൻ, നമ്മുടെ സിനിമയിലെ പ്രയോഗങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എഴുത്തില് നാടെ കഥാപാത്രങ്ങളായി വരുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് സാഹിത്യത്തിലും സിനിമയിലും എഴുത്തിലും സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ കണ്ണി ചേർക്കലും അന്നെ സാമൂഹിക ജീവിതത്തിന് എല്ലാ കണ്ണി ചേർക്കലിലും നമുക്ക് നിക് നെയിംസ് ഉണ്ട്. പക്ഷെ ഈ കുട്ടികൾക്ക് അവർ കണ്ടത് അവർ പോസിറ്റീവ്സ് ആണ്. ഇപ്പൊ തോഴ എന്നുള്ള സിനിമ ഉണ്ടെങ്കിൽ അത് ഒരു വല്ലാത്ത സിനിമയാണ്. അതായത് അതിൽ 100% ആ ഭിന്നശേഷിയുള്ള ആ മനുഷ്യൻ, അയാൾ പാരാലിസ് ആയി പോയ മനുഷ്യനെ ഇവൻ നോക്കാൻ വേണ്ടി വരും. കാർത്തി എന്നുള്ള നടനാണ്
നോക്കാൻ വരുന്നത്. കാർത്തി ഇയാൾക്ക് അങ്ങനെ പ്രശ്നേ ഉള്ള രീതിയിൽ അയാള് എല്ലാവരും ഇയാൾ കോടീശ്വരനായതുകൊണ്ട് ഇയാൾ അങ്ങനെ കെയർ ചെയ്യാം, ഇവൻ ഒട്ടും കെയർ ചെയ്യൂല. അപ്പൊ ആ കെയർ ചെയ്യാത്ത ആളെയാണ് ഇയാൾക്ക് ഇഷ്ടമായത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒട്ടും കെയർ ചെയ്യില്ല, സിമ്പതി അല്ലല്ലോ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ വെള്ളം എടുത്ത് കുടിച്ചൂടെ വെക്കും, കൈ അനക്കാൻ പോലും കഴിയില്ല. ഇവിടേക്ക് സ്റ്റെപ്പ് കയറിയപ്പോഴും അമലും പറഞ്ഞതാണല്ലോ, അമലിനെ നമ്മൾ ഞാൻ പിടിച്ചപ്പോഴും അമല് പറഞ്ഞ എനിക്ക് സ്റ്റെപ്പ് കയറാൻ കഴിയും, പിന്നെ എന്തിനാ എന്നെ പിടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സമൂഹം മാറും, മാറ്റത്തിന്റെ വഴിയിലാണ്. നമ്മളെ കുറെ ഉദ്യോഗസ്ഥർ മാറാണ്ട്, ഡോക്ടേഴ്സ് മെഡിക്കൽ മേഖല മാറാണ്ട്, മെഡിക്കൽ മേഖല മാറാതെ എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഡോക്ടേഴ്സാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലന്മാർ. അവർക്കൊട്ടും ഇതിൽ താല്പര്യമില്ല, അറിവില്ല, പഠിക്കാൻ ശ്രമിക്കൂല, എല്ലാവരും ഇല്ല, ഒരു വലിയ ശതമാനം. പക്ഷെ അവർ മറ്റൊരാളിത് ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും അതിന്റെ റിസൾട്ട് ഇതിൽ വ്യാജന്മാർ വരും എന്നുള്ള, വ്യാജ ചികിത്സകൾ വരും. കാശ് മുഴുവൻ അവർ സമയവും കാശും ഒക്കെ അവർ കൊണ്ടുപോയതിനു ശേഷം തോടായതിനു ശേഷമാണ് ഈ പാരന്റ് കൃത്യം സ്ഥലത്ത് എത്തുക. അപ്പോഴേക്കും അയാൾക്ക് പൈസ ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല, രണ്ടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് റീസൺസ് അതാണ്. ഇപ്പോൾ ഈ സമൂഹം അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ മാറി. ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പം ഒരു പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഒരുപാട് ചെയ്യാണ്ട്. CDMRP യൂണിവേഴ്സിറ്റി CDMRP ഷാനി മാം ട്രെയിൻ ചെയ്ത കുട്ടികൾ ഇന്ന് സ്വന്തം കഫ്റ്റീരിയ നടത്തുന്നുണ്ട്. അവിടെ മനോജ് ക്ലിനിക്കിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് ആ പയ്യനുണ്ട്. പിന്നെ ഒരുപാട് പേര് പ്രൊഫഷണലായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കുടുംബം നോക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ CDMRPനൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ശ്ലാഘനീയാണ്. പക്ഷെ അവരൊന്നും കൂടി ഇവര് സപ്പോർട്ട് ചെയ്തിട്ട് അവരൊന്നും കൂടി അവര് പുതിയ പ്രൊജക്ടുകൾ നന്നായി അഡ്വാൻസ് ആയിട്ട് അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. സിസ്റ്റത്തിന്റെ സഹായം ഒന്നും കൂടി വേണമെന്ന്. കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നു പുറത്ത് രാജ്യങ്ങളിലൊക്കെ. നമ്മളെ നാട്ടിൽ അത് വരാനോ വരുത്താനോ ഇവർക്കൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ CDMRPക്ക് ആ ലെവലിലേക്ക് സപ്പോർട്ടാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ചെറിയ ഉദാഹരണം ഞാൻ എന്നാലും ചോദിച്ചു, ഇവൻ എഴുതൂലായിരുന്നല്ലോ, ഇവൻ ഒക്കെ തല തിരിച്ചാണ് എഴുതുക. ഇത് 1ാം ക്ലാസ്സിൽ ക്യൂസിൽ ജില്ലയിൽ പ്രൈസ് അടിച്ച ആള് 6ാം ക്ലാസ്സിൽ ഹെവി ഡിസ്ലെക്സി ഉണ്ടായിരുന്നു. അവൻ തിരിച്ചെഴുതുക എന്ത് സാധനം വായിക്കാൻ നേരെ വായിച്ചതിന് ശേഷം റിട്ടേൺ വരില്ല, അവിടുന്ന് അടിക്ക് വായിക്കും. ഇത് മാറൂല എന്നാണ് നമ്മൾ പറയാ. ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക് മാഷും കാണുന്ന അങ്ങനത്തെ കുട്ടികൾ അങ്ങനെ ഫിക്സ് ആവില്ലല്ലേ. ഇന്ന് ഞാൻ വായിക്കുന്നതിനേക്കാൾ വായിക്കും. എന്താ കാരണം? അത് അല്ല, അവിടെ റെമഡിയൽ ആണ്. അപ്പൊ എന്താണ് റെമഡി എന്ന് ചോദിച്ചാൽ ആ പ്രശ്നത്തിന്റെ റെമഡി എന്താണെന്നുള്ള അത് രക്ഷിതാവിന് പറഞ്ഞു കൊടുക്കാനും ആ തരത്തിലേക്ക് നയിക്കാനുള്ള. അപ്പൊ ഈ രക്ഷിതാവ് ഇത് പറഞ്ഞാല് അംഗീകരിക്കുന്ന ഒരു സമൂഹം വേണം, ഒരു ഓഫീസേഴ്സോ ഡോക്ടേഴ്സോ വേണം. നിർഭാഗ്യവശാൽ ഇവര് കേൾക്കൂല. രക്ഷിതാവ് പറഞ്ഞ രക്ഷിതാവിന്റെ തോന്നലുകളോ ഒക്കെ ആയിട്ട് മാത്രം ഞാനത് പേടി പോവില്ല. DRCയിലൊക്കെ ക്ലാസ് എടുക്കാൻ വിളിക്കും. ഞാൻ രണ്ടുപേരും പോകാറുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാല് ക്ലാസ് ഒക്കെ എടുത്ത് ഗംഭീരം ഉഷാറ കൈ കടിച്ചിട്ട് പറയും. പക്ഷെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒരു സ്ഥലത്ത് എഴുതി ഇംപ്ലിമെന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോ DRCയിൽ ക്ലാസ് എടുക്കാൻ പോയി, പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഗംഭീരാണ്, നിങ്ങൾ ഉഷാറാണ്, നിങ്ങൾ ഭയങ്കര ഫാദറാണ്, പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ലക്കിയസ്റ്റ് മോനാണെന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് പാസ്സാക്കും. ഒരാളെ പിന്നെ ഒരാളെ തള്ളിക്കളയാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയാം? ഒരാളെ മൈൻഡ് ചെയ്യാതൊക്കെയാണ് ഏറ്റവും നല്ല മാർഗം. അയാളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, കൈയടിച്ച് പാസ്സാക്കാൻ. എല്ലാം ഉണ്ട്, പക്ഷെ അയാൾക്ക് മിണ്ടാൻ സ്പേസ് ഇല്ല. ഈ പറഞ്ഞത് ഓക്കെയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. നിർമ്മൽ ബാലായി പറഞ്ഞല്ലോ, ബാബട്ടങ്ങള് എന്താണ് ഇപ്പൊ ഓരോ സംഭവങ്ങള്. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയാണ് നമ്മളെ. അപ്പൊ എന്താ വെച്ചാല് അതോടുകൂടി അയാൾക്ക് പിന്നെ ഒന്നും പറയാനില്ലല്ലോ, വോയിസില്ല. അയാളെ ശബ്ദം നഷ്ടപ്പെടുത്താനുള്ള മാർഗം പറഞ്ഞ ഒക്കെ ഓക്കെയാണ്, ഗംഭീരം, ഉഷാറ്, നമ്മൾ പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല വാക്കുകാരന് ചായ കൊന്നു പിരിച്ചു വിടും. ഒന്നും നടക്കൂല. അതായത് അവർ എഴുതി വെക്കുകയില്ല, നോട്ട് ചെയ്യില്ല. ഞാൻ ഈ പ്രശ്നം തീർന്നത് ഞാൻ നാളെ ചോദിച്ച്, യൂഡ്രോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിവൈസ് ഉണ്ട്, ഒരു ചെറിയ പീസാണ്. ആ യൂഡ്രോ കൊണ്ട് ഇവനെ കൈ വഴങ്ങൂലല്ലോ, എഴുതാൻ കൈ പോവില്ല.
അപ്പോൾ ഇവനെ കളറിംഗ് ഒക്കെ പഠിപ്പിക്കണം ബാംഗ്ലൂരിൽ നിന്ന്. മാരിയപ്പൻ തങ്കവേലു എന്ന് പറഞ്ഞ ഒരു സാറ്, തമിഴ്നാട്ടുകാരനാണ് അയാള്. ഇവിടുത്തെ ഒരു മാരിയപ്പൻ സാറിൻ്റെ അല്ല, ബാംഗ്ലൂരുണ്ട് വേറെ മാതിരി. ആ മാരിയപ്പൻ സാറിനോട് ഞാൻ ചോദിച്ചു, ഇവന് എഴുത്ത് ഇതിലെടുത്തൂടെ? കാരണം ഈ കളറിങ് ഇത് ഇങ്ങനത്തെ ഒരു മൊബൈൽ പോലത്തെ ഒരു ഡിവൈസിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മോണിറ്ററിലാണ് വരിക, വലിയ മോണിറ്റർ അടിപൊളിയായിട്ട് വരും. നമ്മൾ ഈ പുസ്തകം പേനയും എല്ലാ കുട്ടികളും നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് കുട്ടികൾക്ക് ബോറാണ്. അപ്പൊ ഇവർക്ക് തീരെ ബോറാണ്. അതിന് പകരം ഇവിടെ എ എന്ന് ഇത് ചുമരുമേൽ എ എന്ന് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു സംഭവമല്ല. ഇവിടെ കൊടുക്കുക കളർ അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ എഴുതിച്ച് സാറും ഞാനും കൂടി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി. ആ പ്ലാൻ തയ്യാറാക്കി അവിടെ നിന്ന് 6 മാസം കൊണ്ട് എഴുതാൻ പഠിച്ചു. അപ്പൊ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ഇപ്പം എന്നെ പോലെ പ്രശ്നങ്ങളില്ലാത്ത ഡിസ്ലെക്സിയ മാത്രമുള്ള കുട്ടികൾ നമ്മള് ഇഷ്ടംപോലെ ആളുകൾക്ക് സ്ക്രൈബ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ ജനറൽ സ്കൂളിലെ ഡിസ്ലെക്സിയ മാത്രമുള്ള കുട്ടികൾക്ക് ഈ പ്രശ്നം വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റും. എല്ലാവർക്കും പറ്റില്ല എന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനത്തിന് പറ്റും. നമ്മളിപ്പോ അമലിനെ കാണിച്ചിട്ട് പറയാണ് എല്ലാ കുട്ടികളും നിങ്ങളുടെ പാരന്റ്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അല്ല എന്ന് പറയാൻ പാടില്ല. കാരണം അങ്ങനെ ഒരിക്കലും ഇല്ല. സോഷ്യലൈസേഷൻ ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരുമല്ലോ. അതായത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആളുകൾ പറയും, കുറച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്, ചില ഡോക്ടേഴ്സ് ഉണ്ട്, ചില ടീച്ചേഴ്സ് ഉണ്ട് ഒക്കെ പറയും. അതിപ്പോ ഓനെപ്പോ അടുത്ത കുട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ ഓലത്ത് വാപ്പന്റെ കൈ കാശുണ്ട് അല്ലെങ്കിൽ ഓന് അത്ര പ്രശ്നമില്ല അതുകൊണ്ടൊക്കെയാണ് എല്ലാവർക്കും നടക്കില്ല എന്ന്. അതൊരു എസ്കേപ്പിസ് ആണ്. അതേ സമയത്ത് വലിയ ശതമാനത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ആളുകൾക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് സോഷ്യലൈസേഷൻ കൊടുത്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് നടക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ബൈ ട്രെയിനിങ് ഇവനെ പോലുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്തെത്തും. എല്ലാവരും റിസർവേഷനെ കുറിച്ച് പറയാറുണ്ടല്ലോ, പ്രാതിനിധ്യം. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ച ഒരു പ്രാതിനിധ്യം നിലവിൽ ഇപ്പം സമരമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ മേഖലയിൽ അവർക്ക് സർക്കാർ സർവീസിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിലൊക്കെ സംവരണം വേണമെന്ന് പറയുന്നുണ്ടല്ലോ, അത് എത്രത്തോളം പിന്നെ ഉണ്ടായിട്ടുണ്ട്? ഇപ്പം ഇവരെ പഠനമൊക്കെ കഴിയുമ്പോൾ ഏതായാലും ഇവർ പിന്നെ അല്ലെങ്കിൽ SSLC ഇപ്പം അല്ലെങ്കിൽ +2 ഇപ്പം ഹയർ ആയിട്ട് പോകുന്നവരുണ്ട്, അത് ചുരുക്കമാണെങ്കിൽ പക്ഷെ എന്നാലും ഇവർക്ക് ജോലിയിൽ ഇവർക്ക് സംവരണം കിട്ടുന്നുണ്ടോ? ഇപ്പം ലാസ്റ്റ് കുറെ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു, കുറെ അപ്പോയിന്റ്മെന്റ് നടന്നു, അതിന് വലിയ ആശ്വാസമാണ്. പിന്നെ ഇതിൽ കുറെ കള്ളത്തരങ്ങളുണ്ട്. ശരിക്കും ഭിന്നശേഷിക്കാർ അവിടെ നിന്നിട്ട് കുറെ സർട്ടിഫിക്കറ്റ് ബലത്തിലൊക്കെ രക്ഷപ്പെടുന്ന കാണിച്ചിട്ട് വരുന്ന ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ നിയന്ത്രണങ്ങളായി. ഇപ്പൊ നല്ല ഉദ്യോഗസ്ഥർ, പുതിയ യങ്സ്റ്റേഴ്സ് നല്ല ഉദ്യോഗസ്ഥർ വന്ന് ഒരുപാട് മേഖലയിൽ ഇപ്പൊ ഒരു MR ഉള്ള കുട്ടികള് സിവിയർ MR ആണ് ചോദിച്ചോളെ, അവർക്ക് ഡൈസിപ്പം പോലെ ടാബ്ലറ്റ് കൊടുത്തുകൊണ്ട് അവരെ സൈലന്റ് ആക്കണേ പകരം അവരെ ബ്രെയിൻ ശരിക്കും അതായത് ഇന്റർമിറ്റന്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് പറയും വരെ ഈ സ്ഫോടനാത്മകമായ പെരുമാറ്റം ഡിസോർഡർ, ക്രമം തെറ്റിയ അവസ്ഥ, ഇത് ഇന്റർമിറ്റന്റാ, ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന ഒരു സ്ഫോടനാത്മകമായ ക്രമം തെറ്റിയ അവസ്ഥ. ശരിക്കും അതാണ് ഈ കുറെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ ആ ഇന്റർമിറ്റൻസിയും തടയണം, ആ എക്സ്പ്ലോസീവ് ഡിസോർഡറും തടയണം. അപ്പോൾ ഇത് തടയാൻ ഇവർ ആ സമയത്ത് അവർ ബ്രെയിൻ ഏതോ രീതിയിൽ നമുക്ക് മനസ്സിലാവാത്ത രീതി വർക്ക് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റണം. ആ മാറ്റാൻ വേണ്ടിയിട്ട് സെൻസറി ലാബുകൾ, സെൻസറി പാർക്കുകൾ, സെൻസറി ലാബുകൾ പോലുള്ള അതിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരാ പൊട്ടിത്തെറിക്കുന്ന സമയം കൊണ്ട് വരും. അങ്ങനെ മാറ്റം വന്ന കുട്ടികളാണ് ഈ CDMRPയിലൊക്കെ കുട്ടികൾ. അപ്പോൾ അവിടെ അങ്ങനെ വന്ന് കഴിയുമ്പോൾ പിന്നെ അതിന് അടുത്ത സ്റ്റേജ് എന്താ അറിയോ, ഇവര് ഒരു സാധനം ട്രെയിൻ ചെയ്യാച്ചോളെ ഏറ്റവും എക്സാക്ട് ആയിട്ട് നിങ്ങൾ ഹോട്ടലിൽ ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വരുന്ന ആളുകളെ മറ്റേ റെസിപ്റ്റ് വാങ്ങിയിട്ട് അവിടെ എഴുതി വെക്കണം എന്നുള്ളോ അല്ലെങ്കിൽ സാധനം തർത്തീബ് ചെയ്യണം എഴുതാൻ അറിയാത്തവനാണെങ്കിൽ പിന്നെ ഒരു സിമ്പിൾ സൈന് മതി, ഒരു സൈന് നിർദ്ദേശം കൊടുത്താൽ ട്രെയിൻ ചെയ്യിച്ചാൽ മതി. കൃത്യമായി നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥത്തോടുകൂടി ഏറ്റവും ആത്മാർത്ഥ ഒരു ഏറ്റവും ഉദാഹരണം ഞാൻ നാളിപ്പോ എന്റെ എക്സാമിന് കുറെ കാലത്തിന് ശേഷം JDT ചെന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തി. JDT ഇസ്ലാമിൽ അവിടെ സെക്യൂരിറ്റീസ് അവിടുത്തെ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് ഇതേപോലെ ഷർമില ടീച്ചറും സാബിറ ടീച്ചറും സബീറ ടീച്ചറാണ് അടുത്ത 2 പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും അവർ ട്രെയിൻ ചെയ്തിട്ട് സെറ്റാക്കിയ വലിയ മനുഷ്യന്മാരായിട്ട്. അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് വിട്ട് വലിയ ആൾക്കാരായിട്ട്. അപ്പോൾ JDT നന്നായി സപ്പോർട്ടും ചെയ്യും. അവർ സെക്യൂരിറ്റിക്കാരാണ് അവിടുത്തെ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കണേ.
ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഒരു കോമഡി, വളരെ സീരിയസ് ആയി ഒരു കോമഡി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കുറെ കാലം ഇവരെ കണ്ടു. ഒരു മാനസിക അസ്വസ്ഥതയുള്ളവനെ അല്ലെങ്കിൽ ഒരു MR ആളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കോമിക്കാണ്, ഹാസ്യ കഥാപാത്രത്തിന് പകരം. ഇപ്പൊ ജോബ് കൊടുത്താൽ നമ്മള് അല്ല, നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിക്കുക ഒരു ജോബ് കൊടുത്താലോ നമ്മൾ സഹായിച്ചു എന്നുള്ളതാണ് ടീച്ചറില്. അതല്ല, അയാൾക്ക് ശമ്പളത്തിനുള്ള അയാൾ ജോലി ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ, ആ സംതൃപ്തിയോട് കൂടിയിട്ട് അയാൾ ജോലി ചെയ്യുന്നുണ്ട്. അത് ബാക്കി സെക്യൂരിറ്റിക്കാരുടെ ഇടയിൽ അവർ അതേപോലെ ഇപ്പം എക്സ് മിലിറ്ററി ടീമാണ്, പട്ടാളക്കാർക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ വളരെ ക്ലിയർ ആയി കാര്യങ്ങൾ, അവർ കൂടുതലുള്ള ആൾക്കാർ വളരെ സീരിയസ് ആയിട്ടാണ് നടക്കുക. അവിടെ വേറെ പരിപാടി നടക്കൂല അവരുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഇവര് സീരിയസ് ആണ്. ഇങ്ങനെ JDT പോയി നോക്കി, JDT എന്ത് മനോഹരമായിട്ട് അവസരം അവർക്ക് കൊടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം സിസ്റ്റം ഡെവലപ്പ് ആകാത്ത തകരാറുകളായിരുന്നു. മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് അറിവുകൾ, ഞാൻ നേരത്തെ യൂട്രോ പറഞ്ഞ VRBT പറഞ്ഞ ഒരുപാട് അറിവുകൾ വരാനുണ്ട്. ഇതൊക്കെ ഇല്ലാതെ നമ്മൾ വീണ്ടും 20 വർഷം ബാക്കിലുള്ള റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. സഹവാസ ക്യാമ്പുകൾ നടത്തും നമ്മൾ BRCകളിൽ. ഈ സഹവാസ ക്യാമ്പിന്റെ മൊഡ്യൂൾ 18 വർഷമായിട്ട് ഒന്നാണ്. ഇവന്റെ കുട്ടിക്കാലം മുതൽ ഒറ്റ മൊഡ്യൂളാണ്. അത് 1-2 ദിവസം ഒരു ചെണ്ട കൊട്ടല്, ഒരു കളറിങ്, പിന്നെ ഇതല്ലാത്ത ഒരു സാധനമില്ല സഹവാസ ക്യാമ്പുകൾ. അപ്പൊ അവിടെയാണ് പ്രശ്നം. ആരാ തയ്യാറാക്കുന്നത്? അവിടെ വിദ്യാഭ്യാസ മന്ത്രിയോ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയോ ഒന്നുമില്ല. ഇവരൊന്നുമല്ല അവിടെ പ്രതികള്. അവിടെ ഇപ്പൊ മന്ത്രിമാരല്ല പ്രതികള്, അവിടെ ഉദ്യോഗസ്ഥരാ. ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയക്കാര് ഏത് പാർട്ടിക്കാരായാലും ഈ വിഷയത്തിൽ തൽപരരാണ്. 2 കാരണം കൊണ്ട്. ഒന്ന്, അവർക്ക് ഇതിലൊക്കെ ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളത്, ഇത് ഞാനിത് ചെയ്തെന്ന് പറയാം. 2, അവർക്ക് ഇതൊരു ബെനിഫിറ്റ് ആണ്. ഞാനൊരു സ്പെഷ്യൽ കാര്യം ചെയ്തു എന്നുള്ള അവർ എന്തോ ആട്ടെ. നെഗറ്റീവ് സൈഡ് ഒന്നും പറയണ്ട. അതിന് പോസിറ്റീവ് സൈഡ് എന്താണ്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അത് അവർ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് പറയണ്ടോന്ന് പറയില്ല. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു രത്ന ചുരുക്കം എന്താണെന്നറിയാം, ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ ദ ലോ വിത്തൗട്ട് ടൂത്ത് ആൻഡ് നൈൽസ് ആണ്. ഒരു പിന്നെ പല്ലും നഖവും ഇല്ലാത്ത നിർദ്ദേശങ്ങളാണ്. ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലേ. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങള് സ്കൂളിൽ ഒരു റാമ്പ് ഉണ്ടാക്കണം, നിങ്ങള് തീരുമാനിക്കാണ് അതിന് റാമ്പ് ഉണ്ടാക്കണം. ഉണ്ടാക്കില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞു, കുത്തനെ റാമ്പാണ്. അത് കംപ്ലൈന്റ് എടുത്തിട്ട് കാര്യമില്ല. റാമ്പിന് 10 ഡിഗ്രി ചെരിവ് പാടും. അത് വളരെ സയന്റിഫിക് ആണ്. 99% റാമ്പുകളും അൺസയന്റിഫിക് ഒരുവിധ സ്ഥലങ്ങളില്. അതിന് കാരണം എന്താണ്? അത് കൺസൾട്ട് ചെയ്യേണ്ടവനെ കൺസൾട്ട് ചെയ്യാതെ ആ സാധനമാണ് നടത്തുക എന്നുള്ളേ ഉള്ളൂ. നിയമം നടപ്പിലാക്കാണ്. എന്തായാലും സർക്കാർ ഉപകാരപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ താഴെ തട്ടിലേക്ക് എത്തുന്നുണ്ടോ നോക്കണ്ട. അപ്പൊ ഉപകാരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ആക്ഷൻ വേണം. ആക്ഷൻ എടുക്കൂല. അപ്പൊ അതവൻ പറഞ്ഞ അതാണ് ഇപ്പൊ ഈ എക്സാമിന്റെ പ്രശ്നത്തിൽ വന്നത്. അതിന്റെ ഡെഫിനിഷനിലേക്ക് വരികയാണെങ്കിൽ 9ാം ക്ലാസ്സിന്റെയും 10ാം ക്ലാസ്സിന്റെയും +1ഉം +2ഉം 10ഉം +1ഉം +2ഉം പരീക്ഷ എഴുതി കൊടുക്കുന്നത് 9ാം ക്ലാസ് മക്കളാണ്. ഈ മക്കൾക്ക് ഞങ്ങളെ പബ്ലിക് എക്സാമിന്റെ മുന്നേയാണ് എക്സാം വെച്ചിരുന്നത്, കഴിഞ്ഞ വർഷം മുമ്പ് വരെ. കഴിഞ്ഞ വർഷത്തിന് ശേഷം ഇവര് മൊഡ്യൂളിൽ മാറ്റം വന്നു. ഞങ്ങൾ പബ്ലിക് എക്സാമിന്റെ കൂടെ തന്നെ ഇവർ ആനുവൽ എക്സാം വെച്ചു. ആദ്യം കഴിഞ്ഞ വർഷം 2 പരീക്ഷയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് എഴുതേണ്ടി വന്നത്. ഇപ്രാവശ്യം 6 പരീക്ഷ. പിന്നെ അവരപേക്ഷ എഴുതണം, അരമണിക്കൂർ ഉച്ച ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അല്ല ആദ്യം ചെയ്യുമ്പോൾ പറഞ്ഞല്ലേ, ആദ്യം ഫെബ്രുവരി മാസം ലാസ്റ്റില് മാർച്ചിന്റെ ഫസ്റ്റ് ആയിട്ട് 5 ദിവസം മതിയല്ലോ, 6 ദിവസം. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമുകളൊക്കെ അറേഞ്ച് ചെയ്ത് ലാസ്റ്റത്തെ 4 ദിവസം ബാക്കി വെക്കും. അന്നാണ് ഇവ ബാക്കി എക്സാം നടത്താം. അപ്പൊ കമ്മിറ്റഡ് അല്ല. ചെറിയ സമയത്തിൽ മാറ്റം വരുത്താന്നുള്ള സംഗതി മാത്രം ചെയ്താൽ പോരെ. ഇതില് സമയത്തിൽ ദിവസങ്ങളിലും മാറ്റം വരുത്തിയാൽ പോരെ. വർക്ക്ഔട്ട് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ആരെ കൺസിഡർ ചെയ്യണം? കൺസിഡർ ചെയ്യുമ്പോ തട്ടിക്കളയാൻ ഏറ്റവും നല്ല ഭിന്നശേഷിക്കാരനാണ്. അല്ലെങ്കിൽ പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് അറിയാം. നമ്മൾ ചെവിയോട് കേൾക്കണേ.
ആന്ന് കാര്യമില്ല ഓരോ പരിപാടികൾ. ഏതായാലും അമലിന്റെ സമരത്തിനൊരു കൃത്യമായ ഒരു പരിഹാരം അമലിന് കിട്ടിയോ? ഒരു ഉറപ്പ് കിട്ടിയോ? പിന്നെ ഉറപ്പ് കിട്ടി. അടുത്ത വർഷം എന്തായാലും മാറ്റുമെന്ന് ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ് കേഷൻ സാറ് എന്നെ വിളിച്ചു പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ SSK എന്നൊക്കെ വിളിച്ചു, ജില്ലാ പ്രൊജക്ട് ഓഫീസർ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞ് അത് നല്ല ഒച്ചപ്പാടായിട്ടുണ്ട്, എന്തായാലും ചോദ്യം ചെയ്യപ്പെട്ടു ആ വിഷയം എന്നുള്ളത്. അപ്പോൾ അവർ അല്ല അതൊരു അമൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടും അമൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പത്തി അങ്ങനെ ഒരു പിന്നെ ഒരു സമര രീതിയിലേക്ക് അമൽ പോയതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അമൽ ആ സമയത്തൊന്നും മിണ്ടാതിരുന്നിക്കുകയാണെങ്കിൽ എന്താ ആരും ഉണ്ടാവില്ല. അത് ആരും ഉണ്ടാവില്ല. എന്താ അറിയോ, വലിയ ശതമാനം പാരന്റ്സിനും അറിയില്ല എന്താണ് സ്ക്രൈബ് എന്നുള്ളത് അറിയാത്ത പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തീരെ ഒഴിവില്ല. ഇപ്പൊ ഈ ടോയ്ലറ്റിന്റെ സ്റ്റോറി ഒരു ഷോർട്ട് ഫിലിം ആക്കാനാണ് എന്റെ ടോയ്ലറ്റ് നേരത്തെ പറഞ്ഞ ടോയ്ലറ്റിലേക്ക് എത്തിയ ഒരു കഥ. അത് ഷോർട്ട് ഫിലിം ആക്കാനാണ് എന്റെ ഒരു നല്ലൊരു തീമാണ്. അപ്പൊ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകത്തിൽ അതെ അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വരുന്നത്. അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിൽ അതായത് ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അമലിന്റെ പിന്നെ പഠനകാലം കഴിഞ്ഞതിന് ശേഷമല്ല, അമൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലിരിക്കെ അമലിനെ കുറിച്ച് അമലിന്റെ അനിയത്തിമാര് അമലിനെ കുറിച്ച് വായിക്കും അടുത്ത വർഷം അല്ലേ. അമൽ പിന്നെ എന്തൊക്കെയാണ് അതിലുള്ളതെന്നുള്ളതിനെ കുറിച്ച് അമൽ എന്തൊക്കെ കാര്യങ്ങളാണ് അമലിനെ കുറിച്ച് അതിലുള്ളത്, അമലിന്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സ്റ്റോറി ലൈനാണ്. അതായത് ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഇപ്പൊ പാഠ്യപദ്ധതി മൊത്തം മാറാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു പാഠ്യപദ്ധതി, പുതിയൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കില് ആദ്യത്തെ യൂണിറ്റ് എന്റേതാണ്. ഓക്കെ, വെരി ഗുഡ്. ഏത് ക്ലാസ്സിലാണ്? 9th. അപ്പം അടുത്ത വർഷത്തെ പിന്നെ 9th പാഠപുസ്തകത്തിലൂടെ അമൽ വീണ്ടും പിന്നെ എല്ലാവരുടെ ഇടയിലേക്ക് എത്തുകയാണ്. കാരണം കുട്ടികൾ ഒരു സംഗതി പാഠപുസ്തകത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ ഇതല്ല, ചെറിയ കാര്യമല്ല. ശരിക്കും ചെയ്യേണ്ടത് പ്രൈമറി ക്ലാസ്സുകളിൽ ഇത്തരം കുട്ടികളെ കുറിച്ച് പാഠപുസ്തകത്തിൽ വരിക. ഇത്തരം കുട്ടികൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ഇതിന്റെ സോഷ്യൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നത്. അത് ഹയർ സെക്കൻഡറിയും കോളേജുകളൊക്കെ എത്തുമ്പോൾ അതിന്റെ സയന്റിഫിക് ടേമുകളിലേക്ക് എത്തുന്ന വളർച്ച വേണം. അതിന് എന്താണ് ഇതിന്റെ ഡിസീസ്, ഇതിന്റെ റെമഡീസ് എന്താണ്, പിന്നെ ഇത് നമ്മൾ നേരത്തെ ആവശ്യപ്പെടുന്നുണ്ട് ഡയറ്റിലൊക്കെ എന്നോ ഞാൻ ആവശ്യപ്പെട്ടാണ്. അപ്പോൾ പക്ഷെ എന്താ വെച്ചാല് അത് അമലിനെ കുറിച്ച് സ്റ്റോറി വരണം എന്നല്ല നമ്മൾ പറഞ്ഞത്, ഈ കുട്ടികളുടെ ടോട്ടൽ സാധനം വരണം. ഇങ്ങനെ കുട്ടീൻ്റെ ഇവർക്ക് സാമൂഹിക ജീവിതം സാധ്യമാണ്, അതിന് എന്ത് ചെയ്യണം, സോഷ്യൽ മറ്റേ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ ആളെ നമ്മൾ കൂടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. മറ്റത് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത്. അത് എന്താ പറയാ, നമ്മളെ ഇവർക്ക് സമയം കിട്ടിയില്ല, വരണം സമയം വന്നിട്ട്. അപ്പം അതുപോലെ തന്നെ ഭിന്നശേഷി മേഖലയിൽ അടുത്തുണ്ടായ ഒരു വിവാദം ഉണ്ടല്ലോ. അതായത് പിന്നെ ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനം മായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും ഒക്കെ അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ അവരൊരു ചൂഷണോപാധിയായി മാറ്റുന്ന ഒരു രീതിയുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതി എന്താണ് അത്? അതിന് അമലിന് അതിനെക്കുറിച്ച് എന്താ പറയുക? അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ചൂഷണം അല്ലെങ്കിൽ ഇത്തരം ചൂഷണം എന്നുള്ള ഇതിലപ്പുറം അവരെ പരിഗണിക്കാതിരിക്കുകയും എന്നാൽ അവരുപയോഗിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ വളരെ പരിഗണിക്കാനുള്ള ആദ്യം വേണ്ടത്, പരിഗണിക്കുക, അവരെ ഇൻക്ലൂസീവ്. അതേ സമയത്ത് ഭിന്നശേഷി മേഖലയിലുള്ള പ്രവർത്തനമെന്ന് പറയുകയും ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് അമലിന് എന്താ പറയാനുള്ളത്? ഏത് തരത്തിലാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണേണ്ടത്. അതെ, അതായത് നിങ്ങൾ പറഞ്ഞത് ഡിഫറെന്റ് ആർട്സ് അല്ല, അതല്ല, അതുപോലുള്ള പലതും ചിലപ്പോൾ സമൂഹത്തിൽ ഉണ്ടാവാം. ഇപ്പോൾ ഡിഫറെന്റ് ആർട്സ് മാത്രമല്ല, ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ അത്രയും തട്ടിപ്പുകൾ ഒരുപാടുണ്ട്. ഇതെന്നല്ല, ആരോഗ്യ മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇപ്പം ഒരു വ്യവസായമാണ് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു തല, പൊതുവിദ്യാഭ്യാസം അല്ലാതെ മറ്റൊരു തല എടുക്കുകയാണെങ്കിൽ ഒരുപാട് തട്ടിപ്പുകൾ വിദ്യാഭ്യാസ മേഖല. അതുപോലെ ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്?
ഭിന്നശേഷി മേഖലയിൽ ഇത്തരം തട്ടിപ്പുകളെ ചൂഷണങ്ങളൊക്കെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇത്തരം തട്ടിപ്പുകള് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തിരിച്ചറിഞ്ഞു വെച്ചാല് എന്താണ് അവിടെ വേണ്ടത്? ഒരാളെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് അപ്പൊ ഒരു സ്ഥാപനം നടത്തുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്താണ് അവിടെ എന്താണ് അവിടെ അവർ ചെയ്യുന്നത് എന്ന് അറിയാൻ ഒരു രക്ഷിതാവ് ബാധ്യസ്ഥനാണ്. മുതുകാർ സാറുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തില് ഞങ്ങള് പറയുന്നത് അവിടുത്തെ മാജിക് പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, അവിടുത്തെ ഡിഫറെന്റ് ആർട്ട് സെന്റർ നടത്തുന്ന സിസ്റ്റം തെറ്റാണ്, അത് അശാസ്ത്രീയമാണ്. അദ്ദേഹത്തിനോട് വ്യക്തി വൈരാഗ്യം തീർക്കാനല്ല ഞങ്ങള് വന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് ഒരു ഓവർ എസ്റ്റിമേഷൻ ചെയ്ത ഒരു സ്ഥാപനമാണ്, ഓവർ റേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിഫറെന്റ് ആർട്ട് സെന്ററിനെ പോലെ ഒരുപാട് സെന്ററുകളുണ്ട്. അതിൽ പെട്ട ഒരു സെന്ററാണ് എന്ത് ഡിഫറെന്റ് ആർട്ട് സെന്റർ. അപ്പോ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ 300 കുട്ടികളുടെ കേവലം 300 കുട്ടികളുടെ അച്ഛനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 300 കുട്ടികളിൽ താഴെ 180 താഴെ കുട്ടികളുണ്ട് എന്നാണ് നമ്മളെ എന്താ പറയാ CP ഷിയാബ് സാറും അതേപോലെ തന്നെ പൃഥ്വി GP മാമൊക്കെ പറയുന്നത്. അതെന്തോ ആവട്ടെ, ആ കുട്ടികളെ ഓഡീഷൻ വെച്ചിട്ടാണ് ഇവര് തെരഞ്ഞെടുക്കുന്നത്. പിന്നെ അതേപോലെ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അങ്ങനെ ഓഡീഷൻ വെച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല അത് പിന്നെ ഒരു കേവലം 300-ൽ പരം കുട്ടികളെ നോക്കുന്നതിനുള്ള ഫണ്ടല്ല അവിടെ കിട്ടുന്നത്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ല അവിടെ പിന്നെ ഉള്ളത്. അപ്പൊ അവർ ചെയ്യേണ്ട പിന്നെ ഒരു കാര്യം എന്താണ്, അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ ചെയ്യുന്നത് മാജിക്കിലൂടെ കുട്ടികളെ കലാപ്രവർത്തനത്തിലൂടെ അവർക്കൊരു പിന്നെ എന്താണ് പറയുക, ഒരു സ്വയം പര്യാപ്തമാവാനുള്ള ഒരു സംഭവം ചെയ്യാണ്. അപ്പൊ അത് ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിനെ ഏർപ്പെടുത്തുക. പിന്നെ ഈ ഓഡീഷൻ പരിപാടികളൊക്കെ നിർത്തിയിട്ട് മറ്റ് എന്തെല്ലാം ഡിസീസുകൾ ഉണ്ട് എന്ന് അദ്ദേഹം ഗവേഷണം ചെയ്തിട്ട് തെരഞ്ഞെടുത്തിട്ട് കൂടുതൽ കുട്ടികളിലേക്ക് ആ സെന്ററിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, അത് മറ്റു കുട്ടികളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാം എന്ന് നോക്കാം. പല രക്ഷിതാക്കളും പിന്നെ അവിടെ പോയതിനു ശേഷം ആണ് പിന്നെ പറയുന്നത്, പിന്നെയാണ് അവർ റിവീൽ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടുത്തെ പ്രശ്നം? പറഞ്ഞില്ലേ ഉള്ള കാര്യം പറഞ്ഞു. അതായത് ഈ ഡിഫറെന്റ് ആർട്സ് ഞാൻ നേരത്തെ തുടക്കത്തിൽ കാര്യം പറഞ്ഞു. അതായത് അമലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പാടില്ല നിങ്ങൾ രക്ഷിതാക്കള് മോശമായതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ മോശമായത് ഓൻ വേണ്ടിയില്ലേ എന്ന് പറയാൻ പാടില്ല. അതേ സമയത്ത് അമലിനെ പോലെ ആവാൻ കഴിയുന്ന കുട്ടികൾ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും വേണം. അല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും രീതിയിൽ ട്രെയിൻ ചെയ്തിട്ട് അവരെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുക. ഇതാണല്ലോ റെമഡി. ഡിഫറെന്റ് ആർട്സ് സെന്റർ ഏറ്റവും വലിയ പ്രശ്നം മറ്റേ മാജിക്കിലൂടെ ഞാൻ അവർക്കൊരു ജീവിതം കൊടുക്കും, അത് തെറ്റാ. കാരണം അവർ പറഞ്ഞൊരു വാദം തെറ്റാണ്. അവർ പറഞ്ഞത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടർ CP അബൂബക്കർ സാറിനൊക്കെ പോലത്തെ ആളുകൾ പറഞ്ഞതിൽ വിഡിത്തുണ്ട്. ഓട്ടിസം ഇസ് ഡിഫറെന്റ് എന്നൊരു പുസ്തകമുണ്ട് മൂപ്പരെ. ആ പുസ്തകത്തിലാണ് പറഞ്ഞത് ഓട്ടിസം എന്ന് പറഞ്ഞ തലച്ചോറിന്റെ പ്രത്യേകതയാണ്, ഇവർക്ക് അപാരമായ കഴിവുണ്ട്. തലച്ചോറ് ഒരു വർക്ക് നന്നായി ചെയ്യുമ്പോൾ മറ്റ് വർക്കുകൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കഴിവ് രക്ഷിതാവ് കണ്ടെത്തുക വേണ്ടത്. കണ്ടെത്തിയിട്ട് അതിന് ട്രെയിനിങ് കൊടുത്താൽ അയാള് ലോക പ്രശസ്തനാവും. അത് കണ്ടെത്താത്ത രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവരെ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കാന്നാണ് അവരെ പോളിസി നിലപാട്. അപ്പൊ അത് തെറ്റാണ്, മണ്ടത്തരാണ്. കാരണം ഓട്ടിസം എന്താണെന്ന് ആർക്കും ഇപ്പോഴും മനസ്സിലായില്ല. പല തരങ്ങളുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് എന്താണ് ഓട്ടിസം എന്നുള്ളത് ഈ രീതിയിൽ അവർ ഡെഫിനിഷൻ കണ്ടെത്തല്ല വേണ്ടത്. അവർക്ക് അങ്ങനെ അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പാരന്റ്സ് കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയരാവുകയാണ്. ഞാനൊരു മോശം ഓൾറെഡി തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹം, ഓൾറെഡി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം, ഈ ഒരു വാദം കൂടി കേൾക്കുമ്പോൾ ആ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു
നോളജ് ഓഫ് ഒരു കപ്പാസിറ്റി മുതുകാട് സാറിന് ഇല്ലാതെ പോയതാണ്. അപ്പോൾ ഇത്തരം ആളുകൾ പറഞ്ഞ പ്രശ്നം നമ്മൾ മുഖവിലക്കെടുക്കാനേ പാടില്ല. ഇവർ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ അവിടെ ഉള്ള ഓഡിഷൻ പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ട് അവിടുത്തെ സയന്റിഫിക് ട്രെയിനിങ് കിട്ടിയ ആളുകളെ അവിടെ പോസ്റ്റ് ചെയ്യുക, ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ. സ്പെഷ്യൽ ടീച്ചേഴ്സ്, അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ലല്ലോ അവിടെ, ഇല്ല. പിന്നെ നല്ല ഫിസിയോതെറാപ്പി സെന്റർ ഇല്ല. അവർ ഫിസിയോതെറാപ്പി സെന്റർ എന്ന് പറഞ്ഞ കുറച്ച് എക്യുപ്മെന്റ്സ് കാണിച്ചിരുന്ന കാര്യമില്ല. ഇല്ല. പിന്നെ ഫിസിയോതെറാപ്പി സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ആ സെറ്റ് അങ്ങനൊന്നുമല്ല ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ടാവുക. അപ്പോൾ ഫുൾ എക്യുപ്ഡ്, അത്രയും ഫണ്ടും അത്രയും സപ്പോർട്ടും കിട്ടുമ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഈ ഭിന്നശേഷി മേഖലയിലുള്ള വൈഡ് കേസുകളെ പരിശോധിക്കാൻ അനലൈസ് ചെയ്ത്, ഇത് മൈൽഡ് ഓട്ടിസ്റ്റിക് ആൻഡ് മൈൽഡ് MR എന്നുള്ള കാറ്റഗറിയാണ് ഇവരെടുക്കുന്നത്. അത് മാറ്റിയിട്ട് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫണ്ടുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥിതിക്ക് ഈ ഒരു മൊഡ്യൂൾ എങ്ങനെ മാറ്റം വരുത്താം, വൈഡാക്കിയിട്ട് മാക്സിമം കുട്ടികൾക്ക് അഡ്മിറ്റ് ചെയ്യാം. അത്രയും ഫണ്ടുകൾ ആളുകൾ കൊടുക്കും. അപ്പൊ അതിനുള്ള ട്രെയിനേഴ്സിന് വെക്കണം, അതിനുള്ള നല്ല ഫിസിയോസിനെ, നല്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ. ഈ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റുകൾ വേറെയുണ്ട്. ഡെവലപ്മെന്റൽ തെറാപ്പി പുതിയൊരു സെന്റർ, പുതിയൊരു പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതും ഇതേ സംഗതി തന്നെയാണ്. അറിയില്ല എന്തായാലും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാജിക് പഠിപ്പിച്ചിട്ട് ഇവർക്ക് അരി വാങ്ങാൻ പറ്റുമെന്നുള്ള മണ്ടത്തരം. കാരണം മാജിക്കിന് മുതുകാട് സാറിന് മാജിക് കളിക്കാൻ ആണെങ്കിൽ പോലും വേദിയില്ല. മറ്റേ ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ മാജിക് ഉണ്ടാവും സ്കൂളുകളിൽ. ഇങ്ങോട്ട് മാജിക് കാണോ? അങ്ങനെ വിഷ്വൽ മീഡിയന്റെ ഇമ്പാക്ട് ആണ്. അതോടുകൂടി മാജിക്കിന്റെ ഇതൊക്കെ പൊളിച്ചു. അത് മുതുകാട് സാറിനെ പൊളിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, മാറിയത്. അപ്പൊ അതോടുകൂടിയിട്ട് അത് റൂട്ടില്ലാത്തൊരു സാധനത്തിലാണ് നമ്മള് വളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിവേരില്ലേന് അതിന് വളം ചെയ്തിട്ട് എന്താ കാര്യം? വരുമ്പോ സർക്കാർ തന്നെ ഇതിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല യഥാർത്ഥത്തിൽ അവിടെ ഇല്ല. അത് ട്രസ്റ്റ് പ്രൈവറ്റ് ട്രസ്റ്റ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനുള്ള മൊഡ്യൂൾ തയ്യാറാക്കാനൊക്കെ യഥാർത്ഥത്തിൽ എക്സ്പേർട്സ് വേണ്ടേ? നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മളെ സർക്കാർ സംവിധാനം ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളിത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളെ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ മാറി കൊടുക്കും. അപ്പൊ ഇതിന് ഏറ്റവും വലിയ കള്ളത്തരം ഇതാണ്. ഇപ്പൊ നേരത്തെ ഒന്ന് ചോദ്യം അതാണ്, ഇതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണ് എന്നുള്ളത് ഒന്നും നോക്കാതെ നിങ്ങളെ വാക്ചാതുര്യമോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക മാർക്കറ്റിംഗ് കപ്പാസിറ്റിയോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക. അത് ഈ പാരൻസിനും കുട്ടികൾക്കും നഷ്ടം വരുത്താണ്. ഇതാണ് നിലവിലുള്ളത്. അതാണ് ഇതിന്റെ പ്രശ്നവും. അപ്പം മുതുകാട് സാറ് അത് ചെയ്യാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ മറ്റുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്പേസും അങ്ങനെ. മുതുകാട് സാർ ഇതിൽ 0 ആണ്, ബിഗ് 0 ആണ്. അദ്ദേഹത്തിന് ഇതിൽ ഒരു വിവരമില്ല, തുറന്നു പറയാം. ഭിന്നശേഷി മേഖലയിൽ ഇപ്പൊ നമ്മൾക്കൊക്കെ വളരെ മൈന്യൂട്ട് അറിവുകള്. 19 കൊല്ലം ഇങ്ങനത്തെ ഒരു കുട്ടിയെ പോറ്റിണ്ടാക്കിയിട്ട് പോലും വളരെ നമ്മൾ അത്ഭുതപ്പെടും പുതിയൊരു കേസ് കാണുമ്പോൾ. ഇതൊന്നും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഓരോരുത്തരെ കുറിച്ച് പഠനം നടക്കണല്ലോ. ഇപ്പം ഒരു ഓട്ടിസം ബാധിച്ചൊരു കുട്ടി വേറൊരു വീട്ടിലെ ഓട്ടിസം ബാധിച്ച കുട്ടി തമ്മിൽ വളരെ വ്യത്യാസമാണ്. അപ്പൊ അതില് ഒരു വിവരമില്ലാത്ത പുതിയൊരു മേഖല പെട്ടെന്ന് തുറന്നിട്ട് ചെയ്തതാണ്. അതിൽ മാറ്റം വരുത്തണം. സർക്കാർ ഇടപെടണം. സർക്കാർ കാശ് കൊടുക്കണല്ലേ. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കാശ് കൊടുക്കണാണ്. കാശ് കൊടുക്കുന്നവർ ഇടപെടുക. നമ്മളെ പ്രശ്നം അതല്ല. നമ്മളെ പ്രശ്നം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ളതാണ്. അവിടെ ഓഡിഷൻ നിർത്തിവെക്കാൻ പറയണം. എന്നിട്ട് അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായപ്പോൾ അവര് പറഞ്ഞതാണ്, ഇതേ നിങ്ങൾ പറഞ്ഞ ഭിന്നശേഷി കേന്ദ്രമല്ല, നിങ്ങളൊരു ആർട്സ് സെന്റർ മാത്രമാണെന്ന്. പക്ഷെ സമൂഹം എന്താ പറഞ്ഞത്? ഈ കമന്റുകൾ, നമ്മളെ വിദ്വേഷപരമായ കമന്റുകളിൽ ഉള്ള പറയുന്നതാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത്. ആ മനുഷ്യൻ അത് പറഞ്ഞില്ല. ആ മനുഷ്യൻ പൊതുവേദിയിൽ വന്നു. അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ സംവദിക്കട്ടെ. ഞങ്ങൾ തുറന്ന വേദി, ചാനൽ, മീഡിയ ഒക്കെ മൂടി വെച്ചതല്ലേ. ഒരു മീഡിയയും സപ്പോർട്ട് ചെയ്തില്ല. ഇതേപോലെ നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന പോലെ ഒരു മേശക്കപ്പുറം ഡിബേറ്റിന് 4 ചോദ്യങ്ങൾ അപ്പുറത്തേക്ക് ആ ചർച്ച പോലെ 5ാമത്തെ ചോദ്യം എത്തൂല, അതോടുകൂടി തീരും. ഈ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇത്തരം ഒരു വിഷയത്തില് പിന്നെ താങ്കള് എന്താ പറയാ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സാറിന്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ വാദം പൊള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ, എനി പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടോക്ക് ഷോക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാവും, രക്ഷിതാക്കളുണ്ടാവും, സാറുണ്ടാവണം, ഞാനുണ്ടാവും.
അപ്പം നമ്മളിപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അമലിന് തീരൂല. കാരണം വെച്ചാൽ അമലിന് അനുഭവമാണ്. അമലിന് അച്ചീവ്മെന്റ് ഒന്നും പറയണ്ടായിരുന്നു, നാട്ടുകാരൊക്കെ പറഞ്ഞു വലുതായ അമലിനെ കുറിച്ച് ഒരുപാട് ഇപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. പിന്നെ അമലിന്റെ ആം റെസ്ലിംഗിലേക്ക് അമൽ എത്തിയത് യഥാർത്ഥത്തിൽ ഇത്രയും സർജറി ചെയ്ത ഒരാള് ആം റെസ്ലിംഗിൽ നാഷണൽ ചാമ്പ്യൻ, അത് ജനറൽ കാറ്റഗറിയിലാണ് മത്സരം അല്ല മറ്റേതില്. അപ്പം എന്നാലും ഹെവി മത്സരം, ഹെവി മത്സരം. അതായത് ഇവനിപ്പോ പിടിക്കുകയാണെങ്കിൽ നമ്മള് നോർമലി 80 കിലോ ആളെ വലിച്ചിടും, അവന് വെയിറ്റ് 42. അവർക്കാണ് കപ്പാസിറ്റി കൂടുക. ഇവന്റെ കൂടെ മത്സരിച്ച് വേൾഡ് ചാമ്പ്യൻ ഹരീഷും പിന്നെ അബ്ദുള്ള മഹാരാഷ്ട്രന്റെ, ദീപക് മധ്യപ്രദേശിന്റെ, ഇവരൊക്കെ ഏഷ്യൻ ചാമ്പ്യന്മാരും നാഷണൽ വീൽ ചെയർ ക്രിക്കറ്റ് പ്ലെയറിന്റെ ടീമാ. നമ്മളെ ഈ വിഷയം എന്നുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും, സബ്ജക്റ്റിൽ വരാൻ കാരണം. അതെ. അപ്പോൾ ഏതായാലും പിന്നെ സിനിമയെ കുറിച്ച് സിനിമ എല്ലാവരും കാണണം എന്ന് പിന്നെ ആകാശം കടന്ന് ഒരിക്കൽ കൂടെ അച്ചീവ്മെന്റ്സ് ഒരുപാടുണ്ടല്ലോ. സയൻസ് ഫെയറിലൊക്കെ സ്റ്റേറ്റിൽ പലതവണ അടിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ ഇൻസ്പയർ അവാർഡ് നാഷണൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ മോഡൽ യൂണിയൻ പാർലമെന്റിൽ മസ്കറ്റിൽ വെച്ചിട്ട് ഇന്റർനാഷണൽ മോഡൽ യൂണിയൻ പാർലമെന്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡ് അവനാണ്. പിന്നെ ഗംഗാ ഫൗണ്ടേഷന്റെ ഒരു മറ്റേ കഥാമത്സരം ഉണ്ടായിരുന്നു നാഷണൽ ലെവലില്, അതില് സെക്കൻഡ് പ്രൈസ് നാഷണൽ ലെവലില്. അക്കര ഫൗണ്ടേഷന്റെ മറ്റേ അവാർഡ്, ഉജ്ജ്വല പുരസ്കാരം, ഭിന്നശേഷി അവാർഡ് ഞാൻ തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പം അതിൽ പിന്നെ ഒരുപാട് അനുഭവങ്ങൾ അമലിനുണ്ട്. യഥാർത്ഥത്തിൽ ഈ അനുഭവങ്ങളൊക്കെ സോഷ്യലൈസേഷനിലൂടെ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാനമായിട്ടൊരു ചോദ്യം, ഈ രക്ഷിതാക്കളോട് ഇതുവരെ പറഞ്ഞതൊക്കെ രക്ഷിതാക്കളോട് നിങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇനി നമ്മുടെ ഈ രക്ഷിതാക്കളോട് എന്തെങ്കിലും രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ നിങ്ങളെ മക്കൾ കുറവുകളുള്ളവരാണെന്ന് കരുതിയിട്ട് സൊസൈറ്റിയിലേക്ക് എൻ്റർ ചെയ്യിക്കാതിരിക്കല്ലേ. കാരണം നമ്മളെ പ്രശ്നങ്ങൾ ഈ സാഹചര്യത്തിൽ പുതുതലമുറ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ സാഹചര്യത്തിൽ നിന്നുള്ള ഈ കാലഘട്ടത്തിൽ പുതുതലമുറ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുക. എന്നിട്ട് അവർ പറയുന്ന മൊഡ്യൂളുകളിൽ നമ്മളെ ലൈഫിൽ പിന്നെ അത് പിന്നെ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയി കഴിഞ്ഞാലും മറ്റ് സോഷ്യലൈസേഷൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും നമ്മളെ ലൈഫിൽ അത് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മക്കളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. ഒരു മടിയും കൂടല്ലേ. അതെ. അതിപ്പോ അമൽ പറഞ്ഞ കാലം മാറിയിട്ട് കാലം അത് ഏറ്റെടുക്കാൻ റെഡിയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 2022 ഖത്തർ പിന്നെ വേൾഡ് കപ്പ് അതിന് വലിയൊരു കാരണം, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇവന്റ് ആണ്. പിന്നെ ഒരു ഐക്കണായിട്ട് അവതരിപ്പിച്ചതന്നെ നമുക്കറിയാം. അല്ല, അവര് ചെയ്തത് ഒരു ഐക്കണായിട്ട് അവൻ അവതരിപ്പിക്കുന്നതിന് കൂടെ ഫോർമാന്റെ കൂടെ അവതരിപ്പിച്ചിട്ട് അത് അവിടെ അവസാനിപ്പിച്ചില്ല. സാധാരണ രീതിയിൽ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുക ആ ഫോട്ടോ എടുക്കുന്നതോടുകൂടി കഴിഞ്ഞു. അവര് ഭിന്നശേഷിക്കാർ സെപ്പറേറ്റ് പാവലിയൻ ഉണ്ട്. അവര് ഗ്രൗണ്ടിലേക്ക് വരും, ഈ കളിക്കാരെ കാണും. അതായത് ഒരു ഭിന്നശേഷിക്കാരനോട് വരികയാണെങ്കിൽ ഇത്ര വലിയ വേൾഡ് കപ്പ് മാങ്കം നടക്കുന്നിടത്ത് ഒരു തടസ്സമില്ലാതെ ഈസി എൻട്രി നേരെ ഈ പാരന്റ് മറ്റേ കളിക്കാര് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഈ കുട്ടികളെ കണ്ടിട്ടാ പോണേ, ഇല്ല ഈ ഭിന്നശേഷിക്കാരെ കണ്ടിട്ടാ പോണേ. അതന്നെ കണ്ടിന്യൂഷൻ ആണ്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന വർക്കുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. അതുണ്ട് എന്നുള്ളതാണ് കേവലം ഒരു ഡിസംബർ 3 ഒരു പ്രദർശന വസ്തു ആക്കുക എന്നതാണ് നമ്മളെ മക്കളെ ഭിന്നശേഷി ദിനത്തില്. മോട്ടിവേഷൻ ക്ലാസ്സും കാര്യമൊക്കെ കൊടുക്കും. അവരോട് നിങ്ങൾ പറക്കണം, നിങ്ങൾ പിന്നെ അങ്ങനെ ഉയരണം എന്നൊക്കെ പറയാം. പക്ഷെ ഈ ആകാശം കാണിച്ചു കൊടുക്കണ്ടേ പറക്കാനൊരു ആകാശം കാണിച്ചു കൊടുക്കുന്നത്. അതേപോലെ അവർക്ക് ചിറകും വേണമല്ലോ. നമ്മൾ രണ്ട് കാര്യം, ഒന്ന് ആകാശം വേണം, ചിറകും വേണം, എന്നുള്ളവർക്ക് പറക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു സംഗതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഈ ഭിന്നശേഷി ദിനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി സംസാരം കുറക്കുക. ആ ദിവസം ഭിന്നശേഷി യൂണിവേഴ്സിറ്റി നടന്ന പ്രോഗ്രാം എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാ, ഇവര് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് വാർഡ് വരെ മെമ്പർ വരെയുള്ള ആളുകളൊക്കെ കസേരയിട്ട് അവരവരെ വാർഡിൽ എന്ത് ചെയ്തു എന്ന് പറയാനുള്ള ഒരു ദിവസമായിട്ട് ഇവർ ഇന്നത് കാണും. മാത്രല്ല ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തു. മാത്രല്ല ഈ പ്രസംഗം തുടങ്ങണേ
പ്രിയപ്പെട്ട സെയ്താലിക്ക, പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട അധ്യക്ഷൻ. ഈ ഒരു ലിസ്റ്റ് വായിച്ചിട്ടല്ലാണ്ട് അതായത് 5 മിനിറ്റ് പ്രോഗ്രാമിലെ മുഴുവൻ ആളുകളെ പേര് വായിക്കോട് 5 മിനിറ്റ് മിനിമം 5-10 മിനിറ്റ്. അത് ഉറപ്പല്ലേ? അവിടെ അത് ഈ എല്ലാവരും പറയും ചെയ്യും. എല്ലാവരും പറയും. ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞ് അതോടുകൂടി കഴിഞ്ഞെന്ന് വിചാരിക്കും. അതല്ല, ഈ ബാക്കി വരുന്ന ആളുകൾ. അപ്പം അതാണ് ഇതിലൊക്കെ ഉള്ള വലിയ പ്രശ്നം. അത് പണ്ടൊരു സ്കൂളിലൊരു ഭിന്നശേഷിക്കാരൻ എന്നല്ല, സ്കൂളിലെ പ്രധാനാധ്യാപകന്റെ യാത്രയപ്പാണ്. അപ്പൊ അവസാനം ഇയാൾക്ക് മറുപടി പ്രസംഗം ഉണ്ടാവും. അപ്പൊ ഈ മറുപടി പ്രസംഗത്തിന്റെ സമയത്ത് ആരുമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ആളുകൾ മുഴുവൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇയാൾക്കുള്ള മറുപടി പ്രസംഗം നടത്താനുള്ള എന്ന് പറഞ്ഞ പോലെ ഈ ഇവരുടെ ഒരു ഇതാണത്. അത് പിന്നെ അതുപോലെ അന്ന് നടന്നൊരു രസകരമായ സംഭവം, ഇതിങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ ആളുകൾ കത്തിക്കണ സമയത്ത് ഒരു ഡൗൺ സിൻഡ്രോം ബാധിച്ചൊരു കുട്ടി ചൂലെടുത്തിട്ട് സ്റ്റേജ് വെക്കണെങ്കിൽ അടിച്ചു വരാൻ തുടങ്ങി. വളരെ ഞാനത് വീഡിയോ സിംബോളിക് ആയിട്ട് ഞാനത് എന്താ അറിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ പറഞ്ഞ സ്ലാങ് വെക്കണം. ഇമ്മച്ചുമാണ് ഞാൻ സ്റ്റേജ് വെക്കാണ് കേട്ടത്. കുട്ടികളെ അടിച്ചു തരാൻ തുടങ്ങി സ്റ്റേജ്. ഞാൻ ആ വേദിയിലുണ്ട് യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം. ഞാനെന്താ പറയാ, ഞാനത് വീഡിയോ പിടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് മൊബൈലിൽ. കാരണം ഞാനത് ചിലപ്പോ ആ പാരന്റിന് ടെൻഷൻ ആണ്ടായിട്ടാ. ശരിക്കും വളരെ സിംബോളിക് ആയിട്ടാണ് ആ കുട്ടി ചെയ്ത്. കാരണം അവിടെ ഉള്ളത് വേസ്റ്റുകളാ കംപ്ലീറ്റ് അടിച്ചു വാരി കളയാന്നുള്ള. അവര് ഓരോ വാർഡിൽ എന്താ നടപ്പാക്കുക? നമ്മൾ നടപ്പാക്കുക ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് ബസ് വാങ്ങി, ബഡ്സ് സ്കൂളിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കി, അത് ഇൻഫ്രാസ്ട്രക്ചറിലും അവിടെ ചില്ലറ കിട്ടുള്ളൂ. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഇല്ല. ആക്ടിവിറ്റി അല്ലെങ്കിൽ നല്ല ടെക്നോളജിയിലുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ഒന്നുമില്ല. ഈ രക്ഷിതാക്കളെ വിളിച്ചിട്ട് തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ട് അവർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയല്ലോ, ഇതുപോലെ പല രക്ഷിതാക്കൾക്കും പലതും ഉണ്ടാക്കാമല്ലോ. ഓരോട് പറയാം നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ശ്രമിക്കുക, എന്നിട്ട് ആ പ്രൊജക്റ്റ് നമുക്ക് പഞ്ചായത്തിന് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു സംഗതികളിലേക്ക് ഒരു വളരെ റൂട്ടിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ അഗ്നിവർണ്ണ അപ്പോഴാണെങ്കിൽ ഒരു സംഭവം ഓർമ്മ വന്നേ. ഈ കാവാല നാരായണ പണിക്കറിന്റെ ഒരു അഗ്നിവർണ്ണന്റെ കാലുകൾ എന്നൊരു നാടകമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള. അതിലൊരു അടിച്ചു തലിക്കാരി എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് ഈ അടിച്ചു തലിക്കാരി, ഈ അഗ്നിവർണ്ണന്റെ രാജാവിന്റെ കഥ അറിയാലോ. ആകെ ഈ രാജാവാണെന്ന് വിചാരിച്ചിട്ട് രാജാവിന്റെ എന്താണ് ഒരു മരക്കാല് രാജാവാണെന്ന് വിചാരിച്ചിട്ട് പൂരിക്കണം. അവിടെ ഒരു മീഡിയയാണ് വരുന്നത് എന്നുള്ളതാണ്. ഒരു മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ കഥാപാത്രം. അപ്പൊ ഇതേപോലെ അതിലൊരു അടിച്ചു തടിക്കാരി വരുന്നുണ്ട്, ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ. അതിലൊരു കേവലരാമനുണ്ട് സാധാരണ. അപ്പൊ ഈ കേവലരാമൻ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ എന്ത് പ്രശ്നങ്ങളാണ് ഇനി, പിന്നെ ഇവിടെ മൊത്തം ഒന്ന് മാറ്റി, ഇവിടുത്തെ എനിക്ക് കുറച്ച് പരാതികൾ പറയാനുണ്ട്, അതിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഭയങ്കര തത്വചിന്താത്മകമായിട്ട് ഡയലോഗ് അടിക്കും. പിന്നെ ഈ ബുദ്ധിജീവി രാമൻ പോവും. അത് കഴിഞ്ഞിട്ട് ഒരു അടിച്ചു തളിക്കാരി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്. അത് വന്നതോട് കൂടിയിട്ടാണ് അത് വന്നിട്ട് ഒരു സീനില് ഇവിടെയുള്ള നിയമങ്ങളൊക്കെ അടിച്ചു വാരാനുള്ളതാണ് എന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതോടുകൂടി ആ നാടകം അവസാനിക്കാണ്. ഈ സംഭവം തന്നെയാണ് നമ്മളെ ഈ സിസ്റ്റത്തിലായി കഴിഞ്ഞാലും എന്തിലായി കഴിഞ്ഞാലും നടക്കുന്നത്. അമല അവസാനം പറഞ്ഞ സംഗതി തന്നെ ഒരുപാട് പിന്നെ അടിച്ചു വാരി കളയാനുണ്ട്. ഇന്ന് ഏറ്റവും നമ്മളെ സംബന്ധിച്ച് സങ്കടമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും പറയാ, ഇവൻ മുതുകാർ സാറിന് എതിരിലും ഓരോ വിഷയങ്ങൾ പ്രതികരിക്കുമ്പോൾ നന്നായിട്ട് അനുകൂലിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം. പക്ഷെ അതിൽ വളരെ കുറച്ച് ആൾക്കാർ ഇവരെ കമന്റ് എന്താ അറിയാം, ഇവൻ സംസാരിക്കും കണ്ണു വേൻ പെട്ടു, ശ്രദ്ധിച്ചില്ലേ? അതൊരു ഡിസീസാണ്. അപ്പൊ ഒരു എന്താ പറയാ, അവിടെ എഴുതി വെച്ചിട്ട് വായിക്കണം ഒരാള്, അടുത്ത ആള് അത് ചെക്കനാരെ പറഞ്ഞു കൊടുത്തിട്ട് കാണാൻ പാടം പറയണം, അവനങ്ങനെ ഓർത്തെടുത്ത് പറയണം പറഞ്ഞ്. അല്ല അപ്പൊ അതെന്താ വെച്ചാൽ ദോഷേതൃക്കുകൾ ആണ് എന്നുള്ളത് മാത്രല്ല, ഒരു ഭിന്നശേഷിക്കാരൻ അത്രേ കഴിയുള്ളൂ എന്നുള്ള ഞാൻ പറഞ്ഞത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോണ ആൾക്ക് എങ്ങനെ ഇവിടെ എന്ത് വെക്കാൻ പറ്റും? ഇത്രയും ആളുകളുടെ ഇടയിൽ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ബോർഡ് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ലല്ലോ, ഇന്റർവ്യൂസിൽ അമലിനോട് ഇൻസ്റ്റന്റ് ആയിട്ട് ചോദിക്കല്ലേ,
ചോദിക്കുന്ന സമയത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കാൻ? ഈ ഒരു ഇതില് ഞാൻ പ്രേക്ഷകരോട് പറട്ടെ, ഇതിലെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് ഒരു ക്യാമറ എടുത്തിട്ട് ഒന്ന് round ചെയ്യണം. ഒന്ന് പാൻ ഷോട്ടിൽ വേണ്ട, അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത്ര ആളുകൾ അറിയേണ്ട സംഗതി, ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല സമയങ്ങളിലായി ജീവിച്ച പല വ്യക്തികളുണ്ട്. അവര് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല അവർ ചിന്തിക്കുക, നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുക. അതായിരുന്നു ലോകത്തിൽ പല വിപ്ലവങ്ങൾക്കും കാരണമായത്. അപ്പൊ എവിടെ വിപ്ലവം സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ആര് കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോ കൈയുള്ളവരായിരിക്കും, കാലിലുള്ളവരായിരിക്കും, ചരിത്രം അങ്ങനെയാണ്, അത് മാറ്റാൻ നമുക്ക് ആരും കഴിയില്ല. പിന്നെ എത്തനോ സെൻട്രിസം എന്നാണ് സംഭവമാണ്. ഈ വിഷയം വംശീയവൽക്കരിച്ചല്ലേ മുതുകാർ സാറിന്റെ വിഷയങ്ങളും. ഒരു വിഭാഗം മുസ്ലിങ്ങളാണ്, ഒരു വംശീയവൽക്കരണം നടന്നു അവിടെ. എടാ ഇതിൽ മാത്രല്ല എല്ലാത്തിലും തിരിച്ച് ഒരു മറ്റേ വേറെ മതക്കാരന്റെ വിഷയത്തില് അതാ ഞാൻ പറഞ്ഞത്. ഇത് എത്തനോ സെൻട്രിസിസം എന്നാണ് അതിന് പറയാം സോഷ്യോളജിയില്. അതായത് നമ്മളിപ്പോ നിങ്ങള് കാനഡയിൽ പോയി, കാനഡയുടെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറും വ്യത്യസ്തമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്താ പെണ്ണ് ഇങ്ങനെ ഉടുത്തേച്ചിട്ട് നടക്കണം ഒരു കാഴ്ചപ്പാട്. അപ്പൊ അവരുടെ വസ്ത്രധാരണം അങ്ങനെയാണ്, അവരുടെ കൾച്ചർ അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി ആർക്ക് വേണം? നമുക്കില്ലാത്തതുകൊണ്ട്. അതന്നെയാണ് ഈ ഇതിൽ വർഗീയ എന്ത് വിഷയം കണ്ടു കഴിഞ്ഞാലും പറയുന്നത് ഈ വിഷയം എന്നല്ല. ഇപ്പൊ നിലവിലുള്ള അവർ വർഗീയമായി കാണും, വംശീയമായി കാണും. പേരാ നോക്ക. ഇപ്പൊ അതാണ് ഇത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഇപ്പൊ പിന്നെ എല്ലാ മേഖലയിലും ഇപ്പൊ ഇത്രയും ഈ മുതുകാർ സാറിന്റെ വിഷയത്തിൽ ഇത്രയും പ്രീത GP സാർ പോലെ, തോമസ് PD സാർ പോലെ ഞാനായിട്ടുള്ള അടുത്ത ബന്ധമുള്ള ഒരാളാ. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർ അമൽ ഇക്ബാലിനും പിന്നെ CP ഷമീനും മാത്രം പേര് ഫാക്ടറി ചെയ്തിട്ട് എടുത്ത്. അപ്പൊ അതാണ് ഒരു എത്നോ സെൻട്രിസത്തിന്റെ വലിയൊരു ഭാഗം എന്ന് പറഞ്ഞത്. അപ്പൊ അത് ശരിയാണ്. അല്ല, അമല ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ലാസ്റ്റ് പറഞ്ഞത്, വളരെ കറക്റ്റാണ്. ഏതായാലും പിന്നെ നമുക്ക് ഒരുപാട് സമയം അമൽ സംസാരിച്ചതൊക്കെ അമലിന് വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ ഇക്ബാൽക്ക് വേണ്ടിയിട്ടുള്ള ഈ വിഷയം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് എടുത്തത്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയം. അതെ, ഈ വിഷയത്തിൽ സൊസൈറ്റി, അതുപോലെ തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ, മറ്റു ആളുകളൊക്കെ എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ചുള്ള സംസാരം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോഴേ എനിക്കറിയാം സ്വാഭാവികം ഇങ്ങനെ ഉണ്ടാവുക. മറ്റേ നമ്മൾ ചാനലുകൾക്ക് അതിലൊന്നും ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം സബ്ജക്ട് എല്ലാവരും യൂട്യൂബിലൊക്കെ അപ്പൊ നമ്മൾ പറയില്ല, തല വെച്ച് കൊടുക്കല്ലേ. അല്ല, അതന്നെയാണല്ലോ നമുക്ക് നിങ്ങൾ ജെന്യൂൺ അവതരിപ്പിക്കുന്നുള്ളൂ. അതെ, നമുക്ക് അമൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇക്ബാൽക്ക് എന്ത്, രക്ഷിതാവ് എന്നുള്ളവർക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അമലിന്റെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അപ്പുറം നമുക്ക് എന്ത് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നുള്ളതാണല്ലോ നമ്മളെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും പിന്നെ അമൽ ഇക്ബാലും അതുപോലെ തന്നെ അമലിൻ്റെ ഉപ്പയും ഫാദറും ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയ ചർച്ചയിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ള വലിയൊരു വിശ്വാസമുണ്ട്. അതിൽ പിന്നെ ഒരു വലിയ മാറ്റം അതിലൂടെ, ചെറിയ സംഗതിയാണെങ്കിൽ വലിയ, നമ്മൾ ചെറിയ ടോക്കായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ അമലിൽ ചെറിയൊരു സംസാരമാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തട്ടെ. നല്ല നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു സമൂഹം ഇവിടെ പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും താങ്ക് യു, ഒരുപാട് സന്തോഷം. Mixed on.